السلام عليكم ورحمة الله. الحمد لله الواحد الأحد الفرد الصمد لم يلد ولم يولد ولم يكن له كفوا أحد. أصلي وأسلم أفضل الصلاة وأزكى السلام وأتم التسليم على أشرف المرسلين وعلى آله وأصحابه الفائزين برضا الله. قال الله تعالى في قرآنه المجيد: أعوذ بالله السميع العليم من الشيطان الرجيم ولا تصعر خدك للناس ولا تمشي في الأرض مرحا إن الله لا يحب كل مختال فخور واقصد في مشيك واغلظ من صوتك إن أنكر الأصوات لصوت الحمير. സ്നേഹം നിറഞ്ഞ ഇസ്ലാഹി പ്രവർത്തകന്മാരെ, സഹോദരി സഹോദരന്മാരെ, ചെകുത്താന് കൊള്ളലാഭമുണ്ടാക്കുന്ന തിന്മകൾ എന്നതാണ് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കുവാൻ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഈ വിഷയവുമായി സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധാപൂർവം നാം മനസ്സിലാക്കേണ്ട ഒരു സുപ്രധാനമായ കാര്യം, ലോകത്ത് രണ്ട് തരം തിന്മകളുണ്ട്. ഒന്ന് പ്രത്യക്ഷമായതാണ്, ഒന്ന് പരോക്ഷമായതാണ്. ശുദ്ധ ഖുർആൻ സൂറത്ത് അൽ അൻആമിൽ വിശദീകരിച്ചു: വദറു ലാഹിറൽ ഇസ്മി വൽ ബാത്തിന. വദറു ഐ അതിൻ്റെ തഫ്സീർ ഉത്റുക്കു ലാഹിറൽ ഇസ്മി വൽ ബാത്തിന. പ്രത്യക്ഷവും പരോക്ഷവുമായ എല്ലാ തിന്മകളും നിങ്ങൾ ഒഴിവാക്കണം. രണ്ട് തരം തിന്മകളുണ്ട് മനുഷ്യൻ്റെ ജീവിതത്തിൽ. ഒന്ന് പ്രത്യക്ഷമാണ്, ഒന്ന് പരോക്ഷമാണ്. രണ്ടും ഒഴിവാക്കണം. ഇന്നല്ലദീന യക്സിബൂനൽ ഇസ്മ, പാപം സമ്പാദിക്കുന്നവർ, അത് പ്രത്യക്ഷമായിരുന്നാലും പരോക്ഷമായിരുന്നാലും പാപം സമ്പാദിക്കുന്നവർ, സയജ്സൗന ബിമാ കാനൂ യഫ്തരിഖൂൻ, അവർ സമ്പാദിച്ചുണ്ടാക്കുന്ന എല്ലാ തിന്മകളുടെയും പ്രതിഫലം അവർക്ക് അല്ലാഹു നൽകുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തിന്മ നമ്മുടെ ജീവിതത്തിലേക്ക് വരാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് പ്രത്യക്ഷമായിരുന്നാലും പരോക്ഷമായിരുന്നാലും. അപ്പോൾ ഏതായിരുന്നാലും നമുക്ക് ആ രണ്ട് തരം തിന്മകളെയും ഒന്ന് വിലയിരുത്തി നോക്കാം. എന്തൊക്കെയാണ് തിന്മകൾ, എവിടെയൊക്കെയാണ് തിന്മകൾ വരുന്നത്, എങ്ങനെയൊക്കെയാണ് തിന്മകൾക്ക് പ്രതിഫലം ലഭിക്കുന്നത്, നമുക്ക് പരിശോധിക്കാം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, പരലോകത്തൊരു കണക്ക് പുസ്തകം കൊണ്ടുവരും ഈ പ്രത്യക്ഷമായ പരോക്ഷമായ തിന്മകളുടെ. യൗമ തജിദു കുല്ലു നഫ്സിൻ മാ അമിലത്ത് മിൻ ഖൈരിൻ വമാ അമിലത്ത് മിൻ സൂ, എന്തെല്ലാം തിന്മകളും എന്തെല്ലാം നന്മകളും എല്ലാം രേഖപ്പെടുത്തിയ ഒരു കണക്ക് പുസ്തകം റബ്ബിൻ്റെ കോടതിയിലേക്ക് കൊണ്ടുവരും. അങ്ങനെ കൊണ്ടുവരുമ്പോൾ നമ്മുടെ തിന്മകൾ നമ്മൾ കാണുമ്പോൾ തവദ്ദു ലൗ ബൈനഹാവ ബൈനഹു അമദം ബഈദ, ഒരു വിദൂരമായ അകലം നമ്മുടെ തിന്മയിൽ നമുക്കുണ്ടായിരുന്നുവെങ്കിൽ എന്ന് നാം ആഗ്രഹിക്കും. ഒരുപാട് തിന്മകൾ മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ട്. ആ തിന്മകളെല്ലാം അവൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാക്കി തീർക്കുക. പ്രത്യക്ഷവും പരോക്ഷവുമായ തിന്മകൾ. നമ്മളുടെ പ്രത്യക്ഷം എന്ന് പറയുമ്പോൾ ആ പരോക്ഷമായ തിന്മകളും പ്രത്യക്ഷമായ തിന്മകളെയും നാം ഒന്ന് പഠിക്കേണ്ടതുണ്ട്. ഒന്ന് പ്രത്യക്ഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരാവയവങ്ങൾ ബോധപൂർവം ചെയ്യുന്ന തിന്മകളാണ്. ബോധപൂർവം അത് കൈകാലുകൾ കൊണ്ടുണ്ടാവാം. കൈകാലുകൾ കൊണ്ട് കൊല നടത്താം, അക്രമം നടത്താം, അള്ളാഹു ഇഷ്ടപ്പെടാത്ത സ്ഥലത്തേക്കുള്ള യാത്ര നടത്താം, ഇഷ്ടമില്ലാത്തത് പിടിക്കാം. ഇങ്ങനെ ഒരുപാട് തിന്മകൾ നമ്മുടെ കൈകാലുകൾ കൊണ്ട് ചെയ്യാനുണ്ട്. അതുകൊണ്ടാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഖുദ്സിയ ഹദീസിൽ പ്രസ്തുത വിഷയം വിശദീകരിച്ചു. നിങ്ങൾ ഒരു മനുഷ്യൻ പ്രത്യക്ഷവും പരോക്ഷവുമായ രണ്ട് തിന്മകളെയും ഒഴിവാക്കി അള്ളാഹു ഇഷ്ടപ്പെടുന്ന നന്മകൾ ചെയ്യാൻ തുടങ്ങിയാൽ, ഫൈദ അഹ്ബബ്തുഹു, അങ്ങനെ അള്ളാഹു നമ്മളെ തൃപ്തിപ്പെട്ടാൽ, ഇഷ്ടപ്പെട്ടാൽ, സ്നേഹിച്ചാൽ. എപ്പോഴാണ് അള്ളാഹു നമ്മൾ ഇഷ്ടപ്പെടുക എന്ന് ചോദിച്ചാൽ, പ്രത്യക്ഷവും പരോക്ഷവുമായ തിന്മകൾ നമ്മളിൽ നിന്ന് മാറി നിൽക്കുകയും എന്നിട്ട് നന്മകൾ നമ്മൾ വേണ്ടും വിധം ശ്രദ്ധിക്കുകയും ചെയ്താൽ അള്ളാഹു നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങും. അങ്ങനെ സ്നേഹിച്ചാൽ ഫൈദ അഹ്ബബ്തുഹു കുൻതു സമഅഹു അല്ലദീ യസ്മഉ ബിഹി, അങ്ങനെ ഒരു അള്ളാഹു ഒരു മനുഷ്യനെ സ്നേഹിച്ചു തുടങ്ങിയാൽ പിന്നെ അവൻ്റെ കേൾവി, അവൻ കേൾക്കുന്ന കാത് റബ്ബിൻ്റെ കാതായി മാറും. പ്രത്യക്ഷവും പരോക്ഷവുമായ തിന്മ ഒഴിവാക്കി നന്മയുടെ ഭാഗങ്ങൾ പ്രത്യേകം ശ്രദ്ധ കൊടുത്തുകൊണ്ട് പഠിക്കാനും ശ്രദ്ധിക്കാനും തുടങ്ങിയാൽ പിന്നെ കാത് അള്ളാഹുവിൻ്റെ കാതായി മാറും. ചെവി വ ബസറഹുല്ലദീ യുബ്സിറു ബിഹി, അവൻ്റെ കാണുന്ന കണ്ണ് അള്ളാഹുവിൻ്റെതായി മാറും. വ യദഹുല്ലത്തി യുബ്തിഷു ബിഹ, അവൻ പിടിക്കുന്ന കൈ അള്ളാഹുവിൻ്റെ കൈയായി മാറും.
ഓ റിജിലഹുല്ലത്തി യംഷി ബിഹ, അവൻ നടക്കുന്ന കാൽ അള്ളാഹുവിൻ്റെ കാലായി മാറും. ഒയിൻ സഅലനി, അങ്ങനെയുള്ളവൻ എന്നോട് ചോദിച്ചാൽ അഴുത്തൈത്തുഹു, ഞാൻ അവന് കൊടുത്തിരിക്കും. ഒലയിൻ ഇസ്തആദനി ലഉഈദന്നഹു, അവൻ എന്നോട് രക്ഷ ചോദിച്ചാൽ ഞാൻ അവന് രക്ഷ നൽകും. ഇത് ഖുദ്സിയായ ഒരു ഹദീസിൽ വന്ന ഹദീസ് ഭാഗമാണ്. എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷവും പരോക്ഷവുമായ തിന്മകളിൽ നിന്ന് നമ്മൾ മാറുമ്പോൾ, ഞാൻ പറഞ്ഞു പ്രത്യക്ഷം എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ ഒരു കൊലപാതകം നാം ബോധപൂർവം തന്നെയാണെങ്കിലും അല്ലെങ്കിൽ യാദൃച്ഛികമായിട്ടാണെങ്കിലും നമ്മുടെ ഭാഗത്ത് നിന്ന് വരുന്ന ബോധപൂർവമായ പ്രത്യക്ഷമായ തിന്മയാണത്, പാപമാണ്. അപ്പോൾ അത് അങ്ങനെ പ്രത്യക്ഷമായ അവയവങ്ങൾ കൊണ്ട് പ്രത്യക്ഷമായ പാപങ്ങൾ ചെയ്യുമ്പോൾ കൊള്ള ലാഭം കൊയ്യുന്നത് ചെകുത്താനും ഏറ്റവും മൈനസ് മാർക്കിലേക്ക് പോകുന്നത് നമ്മളുമാണ്. ഏറ്റവും വലിയ മൈനസ് മാർക്കിലേക്കാണ് പോവുക. അപ്പോൾ നമ്മൾ കൊള്ളലാഭം ഉണ്ടാക്കുന്ന അവസ്ഥ ഒഴിവാക്കണം. അപ്പം പരോക്ഷവും പ്രത്യക്ഷവുമായതെന്ന് പറയുമ്പോൾ ഇതെല്ലാം ഈ അവയവങ്ങളൊക്കെ നമ്മൾ പിശാചിൻ്റെ ദുർബോധനങ്ങൾക്കനുസരിച്ച് ഉപയോഗിച്ചാൽ മൈനസിലേക്ക് പോകും. അള്ളാഹുവിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് നമ്മുടെ കാത്, ഇപ്പോൾ ഒരു നല്ല ഉപദേശം കേൾക്കുന്നു, ആ കാതിന് പ്രതിഫലമായി ആ കാത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാതായി. വേണ്ടാത്ത കാര്യങ്ങൾ കേൾക്കുന്നു, അത് ആ കാത് കേൾക്കാതെ ഒഴിവാക്കുന്നു. വേണ്ടാത്തിടത്തേക്ക് നടക്കാൻ ഒരാൾ ക്ഷണിക്കുന്നു, ആ കാൽ അവിടത്തേക്ക് പോകുന്നില്ല. വേണ്ടാത്തൊരു കാര്യം പിടിക്കാൻ വേണ്ടി പറയുന്നു, അവിടത്തേക്ക് പോകുന്നില്ല. അങ്ങനെ ഓരോ അവസ്ഥയിലും നമ്മുടെ അവയവങ്ങളെ നാം നിയന്ത്രിച്ച് കൃത്യമായി അള്ളാഹുവിൻ്റെ തൃപ്തിക്കൊത്ത് ജീവിക്കാൻ തുടങ്ങിയാൽ തീർച്ചയായിട്ടും നമ്മൾ അള്ളാഹു സ്നേഹിച്ചു തുടങ്ങും. അങ്ങനെ സ്നേഹിച്ചു തുടങ്ങുന്ന വ്യക്തികളെ അള്ളാഹു ഏറ്റവും കൂടുതൽ സഹായിക്കും. രക്ഷ ചോദിച്ചാൽ രക്ഷ നൽകും, അഭയം തേടിയാൽ അഭയം നൽകും. എന്ത് പ്രശ്നം അവൻ്റെതുണ്ടെങ്കിലും അള്ളാഹു ആ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യും. അപ്പോൾ ഈ അവയവങ്ങളൊക്കെ ചെകുത്താന് വേണ്ടിയിട്ട് വിട്ടുകൊടുത്താൽ ഉണ്ടാകുന്ന, ഇപ്പോൾ കാത്, വേണ്ടാത്ത പാട്ടുകളും കൂത്തുകളും ഒക്കെ നമ്മളൊക്കെ എത്ര എന്തൊക്കെ തന്നെ ആണെങ്കിൽ നമ്മൾ ജീവിക്കുന്ന കാലഘട്ടവും സാഹചര്യവും അതാണ്. ഒരുപാട് തിന്മകൾ നമുക്ക് തനിയെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെ വരുന്നതിന് അവയവങ്ങൾ പ്രത്യക്ഷമായി തെറ്റ് ചെയ്യുന്ന അവയവങ്ങളിൽ ഒന്ന് ഞാൻ ഈ വിശദീകരിച്ചതാണ്. ഇനി രണ്ടാമത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പിശാചിന് കൊള്ളലാഭം ഉണ്ടാക്കുന്ന മറ്റൊരു സാധനം എന്താണെന്ന് വെച്ചാൽ, നമ്മളെ വയറിലേക്ക് നിറക്കുന്ന ഭക്ഷണം, അതും ഇതുപോലെ കൊള്ളലാഭം ഉണ്ടാക്കും. ആർക്ക്? ചെകുത്താൻ. ഖുർആൻ പറയുന്നു, ഇന്നല്ലദീന യഅ്കുലൂന അംവാൽ യതാമ ളുൽമൻ, അനാഥ മക്കളുടെ സ്വത്ത് അക്രമമായി അനീതിയോടുകൂടി ഭക്ഷിക്കുക. യഅ്കുലൂന, ആ മൊബൈൽ ഓഫാക്കണം മാഷേ, ആ മൊബൈലൊന്ന് ഓഫാക്കിയിട്ടാ, അല്ലെ നിങ്ങൾക്ക് അറിയില്ലേ? ഓഫാക്കാറില്ല? അപ്പോൾ ഇവൽക്കൊക്കെ മൊബൈലുണ്ട്. അപ്പോൾ ഇന്നല്ലദീന യഅ്കുലൂന അംവാൽ യതാമ ളുൽമൻ, അക്രമപരമായി അനീതിയോടുകൂടി ഒരു യതീമിൻ്റെ മുതൽ നാം ഭക്ഷിക്കുക. അപ്പോൾ നമ്മളെ കുടുംബത്ത് യതീമായ ആളുകൾക്ക് കൊടുക്കേണ്ട മുതൽ നമുക്കറിയാം. ഇപ്പം പല വീടുകളിലും നിങ്ങൾക്കറിയാം, ജ്യേഷ്ഠൻ മരിച്ചുപോയി. ഇസ്ലാമിലെ ശറയിലെ നിയമപ്രകാരം ബാപ്പ ജീവിച്ചിരിക്കുകയും മകൻ മരിക്കുകയും ചെയ്തു പോയാൽ മകൻ്റെ മകന് ഇസ്ലാമികമായി സ്വത്ത് വരില്ല എന്ന് നിങ്ങൾക്കറിയാം, അല്ലേ? അവിടെ ഒരു വസിയത്ത് വെച്ചു കൊടുത്ത് ഇസ്ലാം. ആർക്ക്? വല്യപ്പാക്ക്. അതെന്തിനാ? വല്യപ്പാക്ക് ആ കുട്ടിൻ്റെ ഉപ്പാക്ക് ഒരുപാട് സ്വത്തുണ്ട് സങ്കല്പിക്കുക, മരിച്ചുപോയ ഉപ്പാക്ക്. അപ്പോൾ അത് തന്നെ മതിയാവും ആ കുട്ടിക്ക്. ആ ആൾക്ക് അത്ര സ്വത്തൊന്നുമില്ല എങ്കിൽ ഈ വസിയത്ത് ചെയ്യാനുള്ള അവകാശം ആർക്ക് വെച്ചു കൊടുത്ത്? വല്യപ്പാക്ക്. ആ വല്യപ്പക്ക് ഇനി വസിയത്ത് ചെയ്യാണ്ടായി 2 ദിവസത്തിലധികം അയാൾക്ക് വസിയത്ത് ചെയ്യുന്നത്, വസിയത്ത് ചെയ്യാതെ ഉറങ്ങുകയാണെങ്കിൽ അയാൾ മുസ്ലിമല്ല. ഇസ്ലാമിലെ ശറയിൽ നിയമതാണ്. അപ്പോൾ ഇത് ചില ആൾക്കാർ വല്യപ്പാനെ ഓർമ്മിപ്പിക്കൂല, അല്ല നമുക്ക് വസിയത്ത് ചെയ്യണ്ടേ എന്ന് നിങ്ങൾ പറഞ്ഞു കൊടുക്കണല്ലോ. വല്യപ്പാക്ക് ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവില്ല, വല്യപ്പ മോൻ മരിച്ച ദുഃഖത്തിലായിരിക്കും, അപ്പോൾ ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവില്ല. അപ്പം മുതിർന്ന കുട്ടികൾ എന്ത് ചെയ്യണം? നമ്മൾ അനുജൻ മരിച്ചിട്ടുണ്ട്, ചെറിയ മക്കളൊക്കെ ഉള്ളതാണ്, ഒന്നും കാര്യമായിട്ടൊന്നുമില്ല, നിങ്ങൾ വസിയത്ത് ചെയ്യാനുള്ള വസിയത്ത് ചെയ്താണ് എന്ന് ഉപദേശിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. അതിന് പകരം അതിന് മെല്ലെ കൈമലാക്കാൻ, കാരണം പൈസ ആണല്ലോ ഇവിടെ ഏറ്റവും വലുത്. പൈസയോളം വലിയ പൈശാചികമുള്ളൊരു സാധനം ദുനിയാവിൽ വേറില്ലല്ലോ. ഉണ്ടോ? നിങ്ങൾ ആദരിക്കുന്നതും നിങ്ങൾ അനാദരിക്കുന്നതും പൈസയാണ്. നിങ്ങളടുത്ത് എന്തുണ്ടായിട്ടൊരു കാര്യമില്ല. നിങ്ങളടുത്ത് എന്ത് വിദ്യാഭ്യാസ യോഗ്യതയും എന്ത് സംസ്കാരവും എന്ത് ജീവിത വിശുദ്ധിയും ഉണ്ടായിട്ട് കാര്യമില്ല. ജീവിത വിശുദ്ധിയൊക്കെ അള്ളാൻ്റെ അടുത്ത് എടുക്കുകയുള്ളൂ. ഇവിടെ വലിയ പ്രാധാന്യം ഇല്ലാത്തൊരു സാധനം, അതൊക്കെ ഇവിടെ വില കുറഞ്ഞ സാധനമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അപഹരിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം,
ഞാൻ എൻ്റെ വയറ്റിലേക്ക് എൻ്റെ മക്കൾക്ക് എൻ്റെ കുടുംബത്തിന് കൊടുക്കുന്ന ഭക്ഷണം നീതിപൂർവമല്ല, അള്ളാഹു അക്രമപരമായി തിന്നുകയെന്നാണ് പറഞ്ഞത്. എന്നിട്ട് അള്ളാഹ് പറഞ്ഞത് ആ ഭക്ഷണം കഴിക്കുന്നവർ ഇന്നമാ യഅ്കുലൂന ഫീ ബുത്തൂനിഹിം നാറ, അവർ അവരുടെ നരകത്തിൽ തീയാണ് അവരുടെ വയറ്റിലേക്ക് ഉരുട്ടി വിടുന്നത്. ആ മുതൽ ഉപയോഗിച്ച് അതിൻ്റെ മുകളിൽ നിന്ന് ആ കുട്ടിക്ക് കൊടുക്കാൻ ഉള്ള ഒരു വസിയത്തിൻ്റെ മുതലിൽ നിന്ന് ഒരു തേങ്ങ പറിച്ചിട്ടിട്ട് തിന്നാൽ ആ തേങ്ങൻ്റെ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് നരകത്തിലെ തീയുണ്ടാണ് കേട്ടോ. ഇത് സാധാരണഗതിയിൽ ആളുകൾ ഞാനിപ്പോൾ ഇങ്ങനെ പറഞ്ഞു നിൽക്കുക, ഇനി ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേറെന്തെങ്കിലും ഫത്വ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നടക്കുക. പല മൗലവിമാരെ വയ്യാൽ നടക്കുക. മൗലവി നമ്മളെ ബാപ്പ മരിച്ചു, നമ്മളെ ബാപ്പുണ്ട്, വലിയ അഞ്ചൻ മരിച്ചു, അഞ്ചൻ്റെ ഓൾക്ക് വീടൊക്കെ ഉണ്ട് കേട്ടോ. ഇത് അങ്ങനെ പറയാം, വീടൊക്കെ ഉണ്ട് കേട്ടോ, പിന്നെ ഒന്നുമില്ലായില്ല കേട്ടോ, അല്ലേ? നിങ്ങളുടെ അഭിപ്രായത്തിൽ വസിയത്ത് ഉണ്ടല്ലോ. അപ്പോൾ മറ്റേ ആൾ പറയുന്നത് പണ്ഡിതനാണെങ്കിൽ പറയും 2 ദിവസത്തിലേക്ക് വസിയത്ത് ചെയ്യാണ്ടക്കാൻ പാടില്ല, നിങ്ങളെ ബാപ്പ കുറ്റക്കാരനാവും. ഇനി നിങ്ങളെ ബാപ്പ വസിയത്ത് ചെയ്ത് തെറ്റിപ്പോയി, വലിയപ്പോൾ വസിയത്ത് ചെയ്തത് തെറ്റിപ്പോയി പറഞ്ഞാൽ ഇപ്പം അള്ള നിശ്ചയിച്ച പരിധിക്ക് അപ്പുറമൊക്കെ പോയി, നിങ്ങൾക്കൊന്നും ഇല്ലാണ്ട് എല്ലാം കൂടി ഇവർക്ക് വസിയത്ത് ചെയ്ത് വെച്ചു. എന്നാലോ വൈൻ ഹാഫമിൻ മൂസിൻ ജനഫൻ, വസിയത്ത് ചെയ്ത ആളിൽ നിന്ന് വല്ല തെറ്റും വരികയാണെങ്കിൽ ആ തെറ്റ് തിരുത്താൻ മക്കൾക്ക് അവകാശമുണ്ട്. അങ്ങനെ അത്ര വ്യവസ്ഥാപിതമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഭക്ഷണത്തിൽ ഹറാമുകൾ വരുമ്പോൾ ചെകുത്താന് കൊള്ളലാഭം കിട്ടും, നിങ്ങൾ മൈനസിലേക്ക് പോകും. നമ്മൾ മൈനസിലേക്ക് പോയി അവസാനം മരിക്കുമ്പോൾ വലിയ ബിഗ് സീറോ ആയിട്ട് മരിക്കും. അപ്പോഴാണ് വലിയ വട്ടപ്പൂജയായിട്ട് പോവുക. സാധാരണ സ്കൂളിൽ നിന്നൊക്കെ വട്ടപ്പൂജ കിട്ടിയാൽ ആ സ്ലേറ്റ് ഇങ്ങനെ തലയിച്ച് വരുന്ന കുട്ടിക്കാലം ഓർമ്മ ഉണ്ടോ? വലിയ വട്ടപ്പൂജ. അപ്പോൾ ഒരു പൂജ ഇട്ട് കൊടുത്ത്, ചെറിയ പൂജ മാഷ് ഇട്ട് കൊടുത്ത്, വലിയ അല്ലാതെ. അപ്പോൾ അച്ഛൻ ചോദിച്ചു, മോനെ എന്താണ് എൻ്റെ മാർക്കിൻ്റെ ഒക്കെ സ്ഥിതി? അപ്പോൾ ചെക്കൻ പറഞ്ഞു, എനിക്കൊരു 4 മാർക്കിൻ്റെ കുറവുണ്ട് അച്ഛാ ജയിക്കാൻ. അപ്പോൾ മൂപ്പര് വിചാരിച്ചു 36 മാർക്ക് ഉണ്ടാവും. അപ്പോൾ 4 മാർക്ക് എവിടെ ഇടണം? ഈ പൂജ്യത്തിൻ്റെ അപ്പുറം ഇടണം. അപ്പോൾ എത്രയായി? ജയിച്ചല്ലോ. അങ്ങനെ മാർക്ക് ഇടും അള്ളാൻ്റെ അടുത്ത്? ഇല്ല. അപ്പോൾ അള്ളാൻ്റെ അടുത്ത് കിട്ടുന്ന മാർക്ക് 40 മാർക്ക് സമ്പൂർണ്ണമായി നമുക്ക് കിട്ടണമെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ ഹറാമുകൾ വരുന്നത് ശ്രദ്ധിക്കണം. അള്ളാഹു പറയുന്നു, അവനെ അള്ളാഹു തീയുണ്ടയാണ് ഭക്ഷിപ്പിക്കുന്നത്, വസയസ്ലൗന സഈറാ, എന്നിട്ട് നരകാഗ്നി വേറെയും തീറ്റിക്കും. അപ്പോൾ ഈ ഭക്ഷണം കഴിക്കുന്നത് നയിക്കാതെ പൈസ വാങ്ങരുത്. ഒന്ന്, നയിക്കാതെ പൈസ വാങ്ങരുത്. അത് ഞാനായാലും നിങ്ങളായാലും മനസ്സിലായി. വെറുതെ അധ്വാനിക്കാതെ ഇങ്ങനെ ജീവിക്കുക, കുറേ പൈസ വേറെ പല നിലക്കുണ്ടാക്കുക, ഒരു പണിയില്ലാണ്ട് പൈസ ഉണ്ടാക്കുക, ഇതൊന്നും ആരും അറിയില്ല. ചെകുത്താന് ഭയങ്കര കൊള്ളലാഭമാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയത്തിന് വിശദീകരിക്കുന്നു, ഇല്ല എഴുത്തിയന്നെ അലന്നാസി സമാൻ, മനുഷ്യന്മാർക്ക് ഇതാ ഒരു കാലം വരാനിരിക്കുന്നു, ലാ യുബാലിൽ മർഉ ബിമാ അഖദൽ മാൽ അമിൻ ഹലാൽ അമിൻ ഹറാം. ഒരു കാലം ഇതാ മനുഷ്യർക്ക് വരാൻ പോകുന്നു. അന്ന് ഇതൊന്നുമില്ല കേട്ടോ. നബി പവിത്രമാക്കി, പരിശുദ്ധമാക്കി, വിശുദ്ധമാക്കി, സ്വർഗത്തിൻ്റെ അവകാശികളാക്കി മാറ്റിയ സഹാബാ കിറാമുകളുടെ ജീവിതത്തിൽ ഹറാമും ഹലാമും വളരെയധികം ശ്രദ്ധിക്കും. ഭർത്താവ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഭാര്യമാർ പറയും, എത്ര പട്ടിണി വേണമെങ്കിൽ കിടന്നോളാം, ഒരു മോഹവും നിങ്ങൾ സാധിച്ചു തരണ്ട, ഒരു ഹറാമും ഈ വീട്ടിലേക്ക് നിങ്ങൾ കൊണ്ടുവരരുതെന്ന് പറഞ്ഞ് ചുംബനം നൽകി വിടുന്ന ഭാര്യമാരായിരുന്നു അന്നുണ്ടായിരുന്നു. ഇന്നോ നിങ്ങൾ എവിടുന്ന് കട്ടാൽ വേണ്ടില്ല, കമർന്നാൽ വേണ്ടില്ല, ഇഞ്ചി സാരി കൊണ്ടുവരാണ്ട് നിങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞ പെണ്ണുങ്ങൾ. അത് തമ്മിൽ വ്യത്യാസമുണ്ട്, ഒരുപാട് വ്യത്യാസമുണ്ട് കേട്ടോ. നിങ്ങൾക്ക് പിന്നെ എന്ന് കിട്ടുവച്ചിട്ടാ? അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ പറയും, ശമ്പളം കൊണ്ടൊന്നും ഇപ്പം ശമ്പളം കൊണ്ട് തന്നെ വേണമെന്നില്ലല്ലോ, നിങ്ങൾ ആ വലിയ തുൻശാപ്പിലല്ലേ ജോലി, രാത്രി പോരുമ്പോൾ ഒരു സാരി അര കെട്ടിയപ്പോൾ എന്തേലും വരാൻ പോകുന്നുണ്ടോ? ഒന്നും വരാൻ പോണില്ല. എൻ്റെ മയ്യത്ത് മുന്നിട്ടിട്ടുമ്പോൾ ഈ സാരിയും കൂടി കൂടെ ഉണ്ടാവും കേട്ടാ. കട്ടതൊക്കെ അവിടെ എത്തുമ്പം വിവരറിയും. അപ്പം അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. എഴുത്തി അലന്നാസി സമാൻ, മനുഷ്യന്മാർക്കൊരു കാലം വരാനുണ്ട്, ലാ യുബാലിൽ മർഉ ബിമാ അഖദൽ മാൽ, എവിടുന്നാണ് ഈ പണം കിട്ടിയത് എന്ന് ചിന്തിക്ക പോലുമില്ല. എങ്ങനെ കിട്ടിയാൽ മുള്ള പൈസ വേണം. അമിൻ ഹലാൽ അമിൻ ഹറാം, ഹറാമാണോ ഹലാലാണോ എന്ന് ശ്രദ്ധിക്കാത്തൊരു കാലം മനുഷ്യന്മാർക്ക് വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇങ്ങനെ ഹലാലും ഹറാമും നോക്കാതെ ഹറാമ് തിന്നാൻ തുടങ്ങിയാൽ പിന്നെ മനുഷ്യന്മാർക്ക് വരാൻ പോകുന്ന അടുത്ത തിന്മ, ചെകുത്താന് കൊള്ളലാഭം ഉണ്ടാക്കുന്ന അടുത്ത തിന്മ എന്താ? ഇതിൽ നിന്ന് ഉത്ഭൂതാകുക. അതെന്താ അറിയോ? ലജ്ജ നഷ്ടപ്പെടും. ഹലാലും ഹറാമും ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് ആ ലജ്ജ ഉണ്ടാകുക. അപ്പം ലജ്ജയും ഹലാലും ഹറാമും തമ്മിൽ ബന്ധമുണ്ടോ? ഉണ്ട്.
ഹറാമായ മുതൽ തിന്നുന്ന ആളുകളാണല്ലോ ഇന്ന് സിനിമയും സീരിയലും പാട്ടും കൂത്തും എല്ലാം ആയിട്ട് നടക്കല്ലേ അല്ലേ? ഉടുതുണി എങ്ങനെ വേണമെങ്കിൽ വലിച്ചെറിഞ്ഞില്ലേ? ഏതൊരു പെണ്ണിൻ്റെ ബ്രസ്റ്റാണെന്ന് ആളുകൾ കാണാത്തത്? ചാനലിൻ്റെ മുമ്പിലേക്ക് വരുന്ന ഏത് പെണ്ണിൻ്റെ ബ്രസ്റ്റ് ആളുകൾ കാണാത്തത് ഉണ്ടോ? അല്ലേ? ഓൽ തിന്നുന്ന ഹറാമിൻ്റെ ചോറ് ലജ്ജ നഷ്ടപ്പെട്ടോ? നിങ്ങളെ കുട്ടികൾക്ക് തിന്നാൻ കൊടുക്കുന്നിടത്ത് ഹറാമുകൾ വരാൻ തുടങ്ങുമ്പോൾ നിങ്ങളെ കുട്ടികൾക്കും നിങ്ങളെ ഭാര്യയ്ക്കും ഇസ്ലാമിക വേഷത്തോട് താല്പര്യം ഉണ്ടാക്കില്ല. നിങ്ങൾ എന്ത് കാസറ്റ് കൊണ്ടുപോയി കൊടുത്തിട്ട് കാര്യമില്ല. ചിലരൊക്കെ കാസറ്റൊക്കെ കൊണ്ടുപോയി കൊടുക്കും മൗലവിമാരെ പ്രസംഗത്തിൻ്റെ. അതുകൊണ്ട് കാര്യമില്ല. എന്താ കാരണം? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതിൻ്റെ ഫലമായി ലജ്ജ നഷ്ടപ്പെട്ട ഒരു സമൂഹം രംഗത്ത് വരും. ലിക്കുല്ലി ദീനിൻ ഖുൽഖ, എല്ലാ മതത്തിനും ഒരു സംസ്കാരമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും ലിക്കുല്ലി ദീനിൻ ഖുൽഖൻ, എല്ലാ ദീനിനും ഒരു സ്വഭാവമുണ്ട്. എൻ്റെ ദീനിൻ്റെ സ്വഭാവം അൽ ഹയാഉ ശുഅബത്തു മിനൽ ഈമാൻ, എൻ്റെ ദീനിൻ്റെ പ്രത്യേക സ്വഭാവമാണ് ലജ്ജ. ആണും വേണം പെണ്ണും വേണം. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇന്ന് വരെ മരിക്കുന്നത് വരെ അദ്ദേഹം മുസ്ലിമായതിനു ശേഷം പിന്നെ അദ്ദേഹത്തിൻ്റെ ഔറത്ത് അദ്ദേഹം കണ്ടിട്ടില്ല. താഴോട്ട് കുനിയിലാന്നാ പറഞ്ഞത്. അത്ര ലജ്ജ. തോർത്തില്ലാണ്ട് കുളിക്കൂല. വളരെ ശ്രദ്ധിച്ചുകൊണ്ട് വളരെ ലജ്ജയുള്ള ആളായിരുന്നു മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കേട്ടോ. നമ്മളൊക്കെ ബാത്റൂമിലേക്കട്ട് കയറുന്നതിന് മുമ്പ് കഴിച്ചിട്ടാ കയറി തന്നെ. ഇനിയിപ്പോൾ ഇതൊരു പ്രശ്നമില്ലല്ലോ അല്ലേ? അങ്ങനെ കുളിക്കാൻ പറ്റുമോ പറ്റൂലേ, മലക്കുകൾ കാണുമോ ഇല്ലേ, അതൊക്കെ വേറെ വിഷയമാണ്. അതിലേക്കൊന്നും ഇപ്പോൾ ഞാൻ എൻ്റെ ചർച്ച കൊണ്ടുപോകില്ല. ഇനിയിപ്പോൾ കുളിക്കുന്ന ആളുകൾ കഴിയുന്നത് തോർത്തുമുണ്ടോണ്ടുള്ളൊരു മറ നല്ലതാണ് കേട്ടോ. ഈ പ്രസവിച്ചെടുക്കുന്ന പെണ്ണുങ്ങളൊക്കെ ഉണ്ടല്ലോ, ഒക്കെ കഴിച്ചിട്ട് കൊടുത്തിട്ട് എല്ലാവർക്കും വെച്ച് കൊടുക്കുക. ഉന്തൂടി ഇങ്ങോട്ട് ഇഞ്ഞൂടി ഇങ്ങോട്ട് കോയമ്പിട്ടൂടി നിങ്ങൾ കണ്ട് കിടക്കണ്ട. മയ്യത്തിൻ്റെ വരെ ഔറത്ത് കാണാൻ പാടില്ല നബി പറഞ്ഞു. ഇവിടെ പ്രസവിച്ചെടുക്കുന്ന പെണ്ണുങ്ങൾക്ക് മുഴുവനും പെണ്ണല്ലേ, നമുക്ക് എല്ലാവർക്കും ഒന്നല്ലേ എന്നും പറഞ്ഞിട്ടാ അല്ലേ? ഞാൻ അങ്ങനെ പറഞ്ഞത് നിങ്ങൾക്ക് വിഷമമുണ്ടോ? ഇല്ലല്ലോ. എങ്ങനെയൊക്കെ ചിലപ്പോൾ ഏതെങ്കിലും പെണ്ണിന് തോന്നുകയാണ് ഒരു ലജ്ജ തോന്നിയാലോ അല്ലേ? അയ്യയ്യയ്യേ ഒരു അല്ലേ ഉണ്ടാവില്ലേ? മയ്യത്തിനെ കുളിപ്പിക്കുകയാണെങ്കിൽ പോലും എന്ത് ചെയ്യും? ഔറത്തിൻ്റെ മുകളിൽ നമ്മൾ ഒരു തുണിയിടും അല്ലേ? എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ കഴിയിട്ട് എന്ത് ചെയ്യുള്ളൂ? കഴുകുള്ളൂ. ഇതങ്ങനല്ല. ഉളുപ്പില്ലാത്ത ഒരു സമൂഹം. പ്രസവത്തോടു കൂടി പെണ്ണിന് ലജ്ജ നഷ്ടപ്പെടും അല്ലേ? കുട്ടികൾക്കൊക്കെ മുല കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എവിടെയെങ്കിലും കുത്തുന്നാണ്ട് പൊന്തിച്ചൂടും. ഏത് റെയിൽവേ സ്റ്റേഷനായാലും വേണ്ട, ഏത് ട്രെയിനിനായാലും വേണ്ട, അപ്പുറത്ത് ആരായാലും വേണ്ട, ഒരു സാലോണ്ട് കൂടി മറിക്കാണ്ട് ഇത് കണ്ടിട്ട് പുറത്തേക്ക് ഇട്ടിട്ട് ബാറ്റ് കണ്ട് പിടിപ്പിക്കും അല്ലേ? എന്താ കാരണം? നിങ്ങൾ വിചാരിച്ച് നിങ്ങൾ എന്താ കാരണം മനസ്സിലാക്കിയത്? അവർ ഭക്ഷിക്കുന്ന ഭക്ഷണം പരിശോധിച്ചാൽ ലജ്ജ നഷ്ടപ്പെടുത്തുന്ന തരത്തിലേക്ക് പോകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അതുകൊണ്ട് ഹറാമ് തിന്ന് പെൺമക്കൾ, ഒരുപാട് പെൺമക്കൾ, നാണമില്ലാത്ത പെൺമക്കൾ ജനിക്കും ഹറാമ് തിന്നിട്ട് അതിൽ നിന്ന് ജന്മം കൊള്ളുമ്പോൾ. വേണേയും പരിശോധിച്ചു നിങ്ങൾ അങ്ങനെ അല്ലേ എന്നുള്ളത് കേട്ടോ. ഇനി അതേ രൂപത്തിൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ലോകത്ത് ഇത്തരം ആളുകൾ രംഗത്ത് വരുമ്പം പിശാചിന് വലിയ കൊള്ളലാഭം കിട്ടി. ആണും പെണ്ണുമൊക്കെ വളരെ മോശമായ സ്വഭാവവും രീതിയും ജീവിത സംസ്കാരവും ഒക്കെ ഉൾക്കൊണ്ടു. വസ്ത്രദാന രീതിയിലും എല്ലാം ആകർഷിക്കണം, അട്രാക്റ്റ് ചെയ്യണം. എന്നിട്ട് അവരുടെ ന്യായം എന്താണെന്ന് ചോദിച്ചാൽ ഒരു ന്യായം പറയുന്നുണ്ട്. അതായത് വേറെ രസം. ഇങ്ങനെയൊക്കെ നടക്കുന്ന ആൾക്കാർ പറഞ്ഞെന്താ അറിയോ? ഓരോരുത്തൊരു ഹദീസ് ഉണ്ട്. അതെന്താ ഹദീസ് അറിയാം? കേട്ടോളേ ആദ്യം. ആ ഹദീസ് ഒന്ന് കേട്ടോളേ ആദ്യം. ഓല് പറഞ്ഞ ഹദീസ്, അള്ളാഹു ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും, അള്ളാഹു നമ്മളുടെ ശരീരത്തിലേക്ക് നോക്കുന്നില്ല. വലാ ഇലാ സുവരിക്കും, നമ്മളുടെ രൂപത്തിലേക്ക് നോക്കുന്നില്ല. വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും, അള്ളാഹു മനസ്സുള്ളേ നോക്കുന്നത്. എൻ്റെ മനസ്സ് നന്ന്, അതുകൊണ്ട് എനിക്ക് കഴിച്ചിടാം. നിങ്ങൾ കെട്ടിപ്പോയി നടക്കുന്ന ആൾക്കാരില്ല, നിങ്ങളെ മനസ്സ് നന്നല്ല. നിങ്ങൾ എത്ര പ്രാവശ്യം കേട്ടില്ലേ? ഇല്ല. ചാനലിൻ്റെ മുമ്പിലൊക്കെ വന്നിരുന്ന് പറഞ്ഞു കേട്ടില്ലേ പല പെൺകുട്ടികളും? ഞാനൊരു മുസ്ലിമാണ്, മുസ്ലിം സൊസൈറ്റിയിൽ ജനിച്ചതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയില്ലേ? മുസ്ലിങ്ങൾ ഞാൻ ഉടുതുണി അവർ പറയുന്നത് പോലെ അതൊന്നും ഇസ്ലാം പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പറയാണ് അള്ളാഹ് നമ്മളുടെ ശരീരം കൊള്ളല്ല നോക്കുന്നത്, അള്ളാഹ് മനസ്സുള്ള നോക്കുന്നത്. എൻ്റെ മനസ്സ് ശുദ്ധമാണ്. ഇപ്പം ഹദീസും വിഭജിക്കപ്പെട്ടു അല്ലേ? അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്തരം ദുസ്വഭാവങ്ങൾ സമൂഹത്തിൽ വർദ്ധിക്കുമ്പോൾ ഇനി എന്താ ഉണ്ടാകുക? പിശാചിന് കൊള്ളലാഭം അങ്ങനെ വരുന്നു. ലജ്ജ നഷ്ടപ്പെട്ടൊരു സമൂഹം രംഗത്ത് വരുന്നു. കണ്ണും കാതും കരളും ചെകുത്താൻ ഏൽപ്പിച്ച് ഭൂമിയിൽ ഇറങ്ങി നടക്കുന്ന മനുഷ്യ പിശാചുക്കൾ നിറയുന്നു ഭൂമിയിൽ. അപ്പം എന്താ ഉണ്ടാകുക? ഇപ്പം എന്താ ഉണ്ടായത്? ഇന്നും നേപ്പാളിൽ
ഭൂമി കുലുക്കം അല്ലേ? കൊച്ചിയിൽ വരെ ഇതിപ്പോൾ കുലുങ്ങിയ നല്ല രസമുണ്ടാവും. സി ടവർ പേടിച്ചോ? ചിലർ പഠിച്ച് പായാനുള്ള പരിപാടിയിലാണ്. ഞാൻ കുലുക്കാൻ പറയുമ്പോഴല്ലോ അള്ള കുലുക്കുക. അള്ള കുലുക്കണ കാരണം പറഞ്ഞിട്ട് നിങ്ങൾ അതാ രസം. ഇതേറ്റാ എന്താ ഇതിന് ബന്ധം ഏതേറ്റ് ഈ ദുസ്വഭാവങ്ങൾക്കുമായി ഭൂമി കുലുക്കത്തിന് ബന്ധമുണ്ട് പറഞ്ഞ ആൾ സമ്മതിക്കുമോ? ശാസ്ത്രീയമായിട്ട് ആളുകൾ എന്താ പല കാരണങ്ങളും പറയും അല്ലേ? അതിപ്പോൾ കുലുക്കിയാൽ പറഞ്ഞത് കഴിഞ്ഞ കുലുക്കിയതിന് ലേശം ബാക്കി ഉണ്ട് കഴിഞ്ഞാൽ അത് പിന്നെ കുലുക്കിയതാണ്. എന്താ കിൽക്കട്ടെ? അതൊന്നല്ല കാരണം. അള്ളാഹുവിന്റെ റസൂൽ 14 വർഷം മുമ്പ് പറഞ്ഞു, ലയകൂനന്ന ഫീ ഹാദിഹിൽ ഉമ്മത്തി ഖസ്ഫുൻ വഖദ്ഫുൻ, ഈ ഭൂമിയിൽ അതിശക്തമായ പ്രകമ്പനവും ഭൂകമ്പവും ഉണ്ടാകും. റസൂലുള്ള പറയാണ് എപ്പോ? ഇദാ ശരിബൽ ഖുമൂർ, ജനങ്ങളിൽ മുക്കാഭാഗം ആളുകളും കള്ളുകുടിയന്മാരാവുമ്പോൾ. ആണോ? ചെകുത്താന് കൊള്ളലാഭമുണ്ടാക്കുന്ന പ്രവർത്തനങ്ങളിലേക്ക് മുക്കാഭാഗം ആളുകളും നീങ്ങിയിട്ടില്ലേ? ഇല്ലേ? ആരാ മദ്യപിക്കാത്തവരിന്ന് 8ാം ക്ലാസ് മുതൽ തുടങ്ങല്ലേ അല്ലേ? ഒരു കുട്ടി, ഒരു ബസ്സിലെ ഡ്രൈവർ ഒക്കെ ചുണ്ട് കണ്ട് പെടുത്തുക, അതിൻ്റെ ഉള്ളിലേക്ക് സാധനം വെച്ച് കയറ്റുക, മയ്യത്ത് കബറിൽ ഇറക്കണായി ഉണ്ടല്ലേ? എന്നിട്ട് ഇങ്ങനെ ആക്കുക. അങ്ങനെ 2 സൈഡിലേക്ക് കറക്റ്റായിട്ടേ. എന്നിട്ട് പിന്നെ വണ്ടി വിടുക. പിന്നെ വണ്ടി വിടുമ്പോൾ മൂപ്പർക്ക് സൈഡില്ലാത്തൊക്കെ സൈഡുണ്ടാവും, വീതി ഇല്ലാത്തതൊക്കെ വീതി ഉണ്ടാവും അല്ലേ? ഭൂകമ്പം ഉണ്ടാവുമ്പോഴോ അതിന് കാരണം ഇന്നലെ ഞായറാഴ്ച ലീവായതിനെ കൊണ്ട് നമുക്ക് പറയാൻ കഴിഞ്ഞില്ല. ഉണ്ടാവുമല്ലേന്നെ? ഉണ്ടായപ്പോഴോ എന്താ കഴിഞ്ഞോ? എന്തുണ്ടായത്? ലക്ഷക്കണക്കിന് ആളുകൾ എന്തുണ്ടായി? ഖുർആൻ പറഞ്ഞ പോലെ ഉസായി ചവറ് കൂലെ പോലെ കൂട്ടിയിട്ടു അല്ലേ? കഴിഞ്ഞ പ്രാവശ്യം കൂട്ടിയിട്ടതിനെ പറ്റി എന്ത് ഖുർആൻ പറഞ്ഞു? അതൊക്കെ ചരിത്രമായി ചരിത്രത്തിൻ്റെ താളുകളിലേക്ക് തള്ളി നീക്കി എന്ന് സൂറത്ത് അൽ മുഅ്മിനൂനിൽ അള്ളാഹു വിശദീകരിച്ചു കേട്ടോ. അപ്പോൾ ലോകത്ത് ഭൂകമ്പങ്ങളും ചലനം ഇന്നുണ്ടായതാ ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടോ. കൊച്ചിയിൽ വരെ ഉണ്ടായിട്ടുണ്ട്, നേപ്പാളിലുണ്ട്, കൽക്കട്ട ഉണ്ട്, മനസ്സിലല്ലേ? ന്യൂസ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അപ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇതുണ്ടാകുന്നതിന് ഒരു കാരണം ചെകുത്താന് കൊള്ളലാഭമുണ്ടാക്കുന്ന മദ്യപാനത്തിലേക്ക് 1/4 ജനങ്ങളും പോകും. സംഗീതങ്ങളുടെ ഉപകരണങ്ങളുടെ സാധ്യത വർദ്ധിക്കും ജനങ്ങൾക്കിടയിൽ ഇല്ലേ? ആരാണെന്ന് ഇന്ന് ഒരു പിയാപ്പിളിനെ കൊണ്ടുവരുന്ന ഒരു ഇത് ഉണ്ട് കണ്ടില്ലേ? പിയാപ്പിൾക്ക് ഒരു മൃഗത്തിൻ്റെ തോലണിയിച്ചിരുന്നു, എന്നിട്ട് ആ പറക്കാർ സ്വീകരിക്കുന്നത്. പിയാപ്പിൾക്ക് ഒരു പോത്തിൻ്റെ തലയിൽ വെച്ചിട്ട് ആളുകൾ കൗതുകത്തോടുകൂടി പിയാപ്പിളെ നോക്കിക്കുക. പുരയിലേക്ക് കയറാൻ വന്നിരിക്കുന്ന ആരാണ്? പോത്ത്. ഒരു പോത്തിനെ കയറ്റി ഇറക്കേണ്ട അവസ്ഥയാണ് മുസ്ലിം സമൂഹത്തിലുള്ളത്. മുസ്ലിം സമൂഹത്തിലെ താടി വെച്ച ചില മൊയ്ലിയാമാർ വയ്യിലിരിക്കുന്ന വാട്സപ്പ് ഉണ്ട് എൻ്റെ അടുത്ത്. ഇപ്പം ഞാനും തുടങ്ങി വാട്സപ്പ്. ഞാനായിട്ട് നോക്കിയിട്ടുണ്ട് കാര്യമില്ല അയച്ചു. ഞാൻ 1.5 മാസമായിട്ട് വാട്സപ്പ് ഞാൻ കൊടുത്ത്. ഞാൻ അതിൽ നോക്കിയിട്ട് കാര്യമില്ല അയച്ചു. കാരണം എല്ലാവരും എന്നോട് പറയും വാട്സപ്പിൽ അതുണ്ട് ഇതുണ്ടെന്ന്. അപ്പോൾ എനിക്കതൊന്നും അറിയില്ല വാട്സപ്പ്. ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു വാട്സപ്പ് കളിയോ തുടങ്ങാം. അപ്പോൾ അതൊന്ന് ലേശം ഒന്ന് പഠിച്ചു നോക്കി അല്ലേ? അപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായി. അപ്പോൾ ചില ആൾക്കാർ ചിലവർ വെറുപ്പിക്കും, വല്ലാണ്ടിട്ടിട്ട് നമ്മളടുക്ക് മൗലീദിയിലുണ്ട് പറഞ്ഞിട്ടേ അയാൾ അതിൽ നിന്ന് ഒഴിവാക്കാൻ നല്ല പണിയുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ട് കൊടുക്കുക അയാളെ. അപ്പോൾ പ്ലിം 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 എന്ന് ഒച്ചയൊക്കെ ഇയാൾക്ക് ചൂടാവുമല്ലോ. അപ്പോൾ നമ്മൾ ഫോർവേഡ് ഒഴിവാക്കുമല്ലോ. അങ്ങനെ ഇതിനൊരുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത് ഇന്നത്തെ ഇന്നത്തെ വാട്സപ്പിൽ വന്നതാണ് ഒരു വാർത്ത. പിയാപ്പിളക്ക് പോത്തിൻ്റെ ഇത് വെച്ച് കൊടുത്തിട്ട് പുഷ്പവുമായി കാത്തിക്കുക വീട്ടുകാർ ഈ പോത്തിനെ അറയിൽ കയറ്റാൻ. മനസ്സിലായി എങ്ങനെയുണ്ട്? അപ്പോൾ അവൻ്റെ പിന്നാലെ ചെണ്ടയും മുട്ടിപ്പോൾ റോഡിലൊരു സാധനം വിൽക്കണമെങ്കിൽ എന്ത് വേണം? റോഡ് ബ്ലോക്കാക്കിയിട്ട് ചെണ്ട മുട്ടിയല്ലേ പോണത്. മുസ്ലിമാണോ അമുസ്ലിമാണോ നിങ്ങൾ നോക്കണ്ടല്ലോ, മനുഷ്യൻ്റെ കാര്യമല്ലേ ഇസ്ലാം പറയുക അല്ലേ? ഒരു പോരയിൽ കല്യാണം ഉണ്ടെങ്കിൽ പാട്ടും കൂത്തും ഇല്ലേ? ഇപ്പം പാട്ട് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. കുറേ ആളുകൾ ഇപ്പോൾ സുഖമായി ജീവിക്കുന്നത് പാട്ടുകാരായിട്ടാണ്. സമൂഹത്തിലെ ഏറ്റവും ഉന്നത സ്ഥാനമാണ്. അതുകൊണ്ട് നമ്മളെ പെൺകുട്ടികളെയൊക്കെ ഇതൊന്ന് പഠിപ്പിച്ച തർക്കമില്ല, നമ്മളെ അമ്മക്കൊക്കെ ഉണ്ട്. പിന്നെ നിങ്ങൾ മുജാഹിദായതെന്ന് മനസ്സിലാക്കിയതിനെ കൊണ്ട് ആ ആഗ്രഹം അവിടെ ഒളിപ്പിച്ച് വെച്ചതാണ്. മറ്റേ പെൺകുട്ടികളെ നമുക്ക് ഒരു നൃത്ത സ്കൂളിൽ ചേർത്ത് എല്ലാ നൃത്യങ്ങളും സുകുമാര കലകളാണ്.
എല്ലാത്തിൻ്റെ അകത്തും ഒരുപാട് പ്രേമഗീതങ്ങളുണ്ട് അല്ലേ? ഏത് പാട്ടാണ് സിനിമ, ഏത് പാട്ടിലാണ് പ്രേമഗീതങ്ങൾ ഇല്ലാത്തത്? ഒക്കെ നൊസ്റ്റാൾജിയ അല്ലേ? ഭൂകമ്പം ഉണ്ടാകുന്നതിന് കാരണം ഈ പാട്ടും കൂത്തും ഈ നർത്തകികളും ഈ നഗ്ന നർത്തകികളും ഒക്കെ അല്ലേ ഇവിടെ? രാജ്യം കുട്ടിച്ചോറാക്കാൻ കള്ളും പെണ്ണും ഇറങ്ങിയാൽ ലോകം അല്ല അവസാനിപ്പിക്കുന്ന പറഞ്ഞത്. ഭൂചലനം അല്ല ഉണ്ടാക്കുന്നു, ഖദ്ഫും ഉണ്ടാക്കുന്ന പറഞ്ഞത്. വല്ലറബുൽ മാസിഫ്, നർത്തകികൾ രംഗത്ത് വന്ന് ഗീതങ്ങളിലൂടെ കൈനാത്തുകൾ വരും. കൈനാത്തുകൾ എന്ന് പറഞ്ഞാൽ നർത്തകികൾ, മാസിഫുകൾ, അതായത് സംഗീതങ്ങളുടെ ലോകം. ഇന്നിപ്പോൾ എവിടെ ചെന്നാലും സംഗീതമാണ്. മരിച്ചോടത്ത് വരെ ഇപ്പം സംഗീതം ചെറുതായിട്ട് അല്ലേ? വലിയ വലിയ നേതാക്കന്മാരൊക്കെ മരിച്ചാൽ ഒരു ദുഃഖത്തിൻ്റെ സൗണ്ട് അങ്ങനെ ഇട്ട് കൊടുക്കും അല്ലേ? ഒരു ടി വി തുറന്നാലും റേഡിയോ തുറന്നാലും ഒക്കെ വല്യാപ്പയുള്ളോ. അപ്പോൾ ഇതിങ്ങനെ ഒരു സങ്കടമൊക്കെ ഇപ്പം ആളുകൾ പിന്നെ കൃത്രിമമായി ഉണ്ടാക്കി, സ്നേഹവും കൃത്രിമമായി, ദുഃഖവും കൃത്രിമമായി അല്ലേ? മദ്യപാനവും വ്യാപകമായി, വ്യഭിചാരിണികൾ ഒക്കെ എല്ലാ അർത്ഥത്തിലും. എന്നാൽ ഏത് നികൃഷ്ട കാര്യങ്ങൾ ചെയ്താലും അവർ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ ന്യായീകരിക്കും. എന്ത് തോന്നിയാസം ചെയ്യും. ഇപ്പോൾ ഒരു കള്ളുടിക്കാനുള്ള അധികാരം എനിക്കുണ്ട്, എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്. മനുഷ്യാവകാശത്തിൻ്റെ പ്രശ്നം അത്. മനുഷ്യൻ്റെ അവകാശ കള്ളുകുടിയും തുണി വലിച്ചൂരലും, മനസ്സിലല്ലേ? അതൊക്കെ നഗ്നതാ പ്രദർശനവും എല്ലാ തോന്നിവാസങ്ങളും മനുഷ്യൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പേരിലാണ് വരിക എന്നാണ് ഖുർആൻ പറയുന്നത്. കേട്ടോളൂ. വൈദാ ഫഅലു ഫാഹിഷത്തൻ, ഒരു തിന്മ അവർ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ കാലു അവർ പറയും വജദ്നാ അലൈഹി ആബാന, ഈ തിന്മകളൊക്കെ ചെയ്യുന്നതിന് ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരൊക്കെ ചെയ്തതാ. നിങ്ങൾ എന്ത് പണിയെടുത്തിനോ പറഞ്ഞു നോക്കി, ഒക്കെ നമ്മളെ തറവാട്ടിൽ മുമ്പേ ഉള്ളതാ പറയല്ലേ? ഏത് തോന്നിയാസം ചെയ്താലും നമ്മളെ കല്യാണത്തൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. വെള്ളിയാഴ്ചൻ്റെ അന്ന് തുടങ്ങും പാട്ടച്ചേരി അല്ലേ? മുമ്പത്തെ മാപ്പിളാരെ അങ്ങനെയല്ല പറയാ. ഇപ്പം പാട്ടും കൂത്തൊക്കെ ഇപ്പം വന്ന മൗലവിമാർ, ഈ പുതിയ മുജാഹിദീങ്ങൾ വന്നപ്പോഴാണ് ഇതൊക്കെ കുഴപ്പമായത്. മറ്റേ നമ്മളോടൊക്കെ പാട്ടുണ്ടായിനി. എല്ലാ സ്ഥലത്തും ഉണ്ടാവും കല്യാണത്തിന് പാടാൻ പോണ കുറച്ച് ആൾക്കാരും അല്ലേ? എന്താ എൻ്റെ മുമ്പ് കുത്തിരിക്കുന്ന അലിമാഷ് കല്യാണത്തിന് പാട്ടാൻ പോയിരുന്ന ആളാ മുമ്പ്, മുജാഹിദാകുന്നതിന് മുമ്പ്. എൻ്റെ സ്റ്റുഡൻ്റാ. മൂപ്പര തവല മൂപ്പര് കുത്തി കീറിയിട്ട് പൊളിച്ചിട്ട് എറിഞ്ഞിക്കൽ പോയാൽ ഒഴുക്കിയിട്ട് മുജാഹിദിലേക്ക് വന്നാ. അതെ, അതും കൂടി പറഞ്ഞല്ല, അല്ല ഞാൻ അലിമാഷ് ഇപ്പോഴും തബലയായിട്ട് കിടക്കുകയായിരിക്കും. പാവത്തിനെ പറ്റി അങ്ങനെ പറയാൻ പാടില്ലല്ലോ. മൂപ്പരനോട് പറഞ്ഞതാ. മൂപ്പരൊക്കെ നല്ല ഗായകനെ, അതുകൊണ്ടാണല്ലോ മൂപ്പർക്ക് ഈ ഖുർആൻ കുറച്ച് ഈണത്തിൽ മൂപ്പര് തോന്നുന്നുണ്ടില്ലേ ഇമാം വെക്കുമ്പോൾ. അതുകൊണ്ട് ആ ട്യൂണ് സയ്യിനു അസ്വാത്തക്കും നബി പറഞ്ഞല്ലോ, സൗണ്ട് നന്നാക്കണമെന്ന്. ആ സൗണ്ട് മൂപ്പർക്ക് നന്നായിരുന്നു. ആ ചെറുപ്പത്തിലൊക്കെ എന്തായിരുന്നാലും ഉറപ്പല്ലേ, നല്ല സൗണ്ടായിരുന്നു. അപ്പോൾ പാട്ടും കൂത്തും ഒക്കെ വല്ലാണ്ട് വർദ്ധിക്കുമ്പോൾ ഇതൊക്കെ നമ്മളെ കാരണന്മാരൊക്കെ അങ്ങനെ ചെയ്തതാ. വല്ലാഹു അമറന ബിഹി, അതിനൊക്കെ അല്ല കൽപ്പിച്ചിട്ടുണ്ട്. അതിനൊന്നും അള്ളാഹ്ക്ക് എതിരില്ല അങ്ങനത്തെ പാട്ടും കൂത്തൊന്നും. കല്യാണമല്ലേ, സന്തോഷിക്കണ്ടേ, ആനന്ദിക്കണ്ടേ, ആഹ്ലാദിക്കണ്ടേ? മരിച്ചവരെയും കല്യാണപ്പരി ഒരുപോലെ ആക്കാൻ പറ്റുമോ? എന്താ മരിച്ചവരെയും കല്യാണപ്പരി ഒരുപോലെ ആക്കാൻ പറ്റുമോ? കേവിയെപ്പോലുള്ള ആൾക്കാർ അങ്ങനെ വലുതും പറയും. അയാളോട് പോയി പണിവെക്കാൻ പറയും. ഇതാ അല്ലാഹ് പറയുന്നത്. അങ്ങനെ പറയും. കുൽ, നബിയെ പറയണം, ഇന്നല്ലാഹ ലാ യഅ്മുറു ബിൽ ഫഹ്ശ, അല്ലാഹ് ഒരിക്കലും നികൃഷ്ടമായ ഒരു കാര്യം ചെയ്യാൻ നിങ്ങളോട് കൽപ്പിക്കില്ല. തീർത്ത് പറഞ്ഞാൽ അതഖൂലുന അലല്ലാഹി മാ ലാ തഅലമൂൻ, അറിയാത്ത വിഷയം നിങ്ങൾ അള്ളാഹുവിൻ്റെ പേരിൽ പറയരുത്. അല്ലാഹ് പറഞ്ഞിട്ടില്ല. നാണം കെടുത്തുന്ന ഇത്തരം സ്വഭാവങ്ങൾ. ചില സ്ഥലത്തൊക്കെ കല്യാണം കഴിഞ്ഞ പിറ്റേന്ന് പിയാപ്പിള പുറത്തിറങ്ങുമ്പോൾ ഇമ്മാൻ്റെ അഞ്ചത്തി ഇമ്മാൻ്റെ ഏടത്തിയൊക്കെ പൈസ കാത്തുക്കുമല്ലോ. ഇത് ലജ്ജ എന്ന് പറഞ്ഞ സാധനം ഇവിടെ പോയി നിങ്ങൾ ആലോചിച്ച് നോക്കൂ. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ വിശദീകരിച്ചിട്ടോ. വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ ഈ കാര്യം കേൾക്കുകയും വേണം. മഹാനായ വിശുദ്ധ ഖുർആനും മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും വിശദീകരിച്ച നിരവധി കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നാം കൊണ്ടുവരേണ്ടതുണ്ട്. അതിനുവേണ്ടി ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് പറയാണ്, ഖാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തഹ്യു മിനല്ലാഹി ഹഖ്ഖൽ ഹയാ. ഈ ഹദീസ് ശ്രദ്ധാപൂർവ്വം പഠിക്കണം, ശ്രദ്ധിക്കണം. നിങ്ങൾ അള്ളാഹുവിനെ യഥാർത്ഥത്തിൽ ലജ്ജിക്കേണ്ട പ്രകാരം നിങ്ങൾ ലജ്ജിക്കണം അള്ളാഹിനെ. കേട്ടോ? ഖുൽനാ, സഹാബത്ത് പറഞ്ഞു, യാ നബിയല്ലാഹ് ഇന്നാ ലനസ്തഹി വൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ സ്തുതി, ഞങ്ങൾ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ നല്ല ലജ്ജയുള്ളവരാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു
തൻ്റെ ഇസ്ലാം മത സ്വീകരണത്തിന് ശേഷം അദ്ദേഹം മരിക്കുന്നതുവരെ സ്വന്തം ഔറത്തിലേക്ക് നോക്കിയിട്ടില്ല. എന്താ നിങ്ങൾ കേൾക്കുന്നത്? വല്ലാത്ത വ്യക്തിത്വം അല്ലേ? സുബ്ഹാനല്ലാഹ്, വല്ലാത്ത വ്യക്തിത്വം. അവർ പറഞ്ഞു, ആ സഹാബത്ത് പറഞ്ഞു നബിയോട്, നബിയെ ലനസ്തഹി വൽഹംദുലില്ലാ, അള്ളാഹ്ക്ക് സ്തുതി, ഞങ്ങൾ അള്ളാഹിനെ വളരെ ലജ്ജാപൂർവ്വമാണ് കാണുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസദാക, ആ ലജ്ജ അല്ല വേണ്ടത്. പിന്നെ വലാകിന്നൽ ഇസ്തിഹാഉ മിനല്ലാഹി ഹഖൽ ഹയാ, അള്ളാഹുവിനെ യഥാർത്ഥ രൂപത്തിൽ അള്ളാഹുവിൻ്റെ വിഷയത്തിൽ ലജ്ജ വേണമെന്ന് അള്ളാഹ് പറഞ്ഞത് അൻ തഹ്ഫളർ റഅസ വമാ വആ, അൻ തഹ്ഫളർ റഅസ വമാ വആ, തലയിലേക്ക് എന്ത് കയറ്റുന്നുവോ അത് സൂക്ഷിച്ച് ശ്രദ്ധിച്ച് കയറ്റണം. തലയിൽക്കൊരു വിഷയം കയറുന്നു. ഇപ്പോൾ പല ആളുകൾക്കും ചിലർക്ക് വിഷയം കയറുന്നത് ഖുർആനോടായിരിക്കും താല്പര്യം, അല്ലേ? വേറെ ചില ആളുകൾ 24 മണിക്കൂറും, ഇപ്പം ഉള്ള ഒരു 90% ആൾക്കാരെ വേണമെങ്കിൽ പറയാം, 24 മണിക്കൂറും ഒരു മൊബൈൽ കയ്യിൽ പിടിച്ച് അത് തോണ്ടി തോണ്ടി കളിക്കുക. ഒരു 24 മണിക്കൂർ നിങ്ങൾ നല്ല ഞാൻ പറഞ്ഞത് അങ്ങനല്ലേ? ഒരു ജനറേഷൻ അങ്ങനെയല്ല. ഇപ്പോൾ 24 മണിക്കൂർ ഇപ്പോൾ കഴുത്തിൽ നിന്നിട്ട് മറ്റേതിട്ടിക്കണ് അത്. കാരണം ഇങ്ങനെ ഇരുന്ന് ഇപ്പോൾ തല പൊന്തുന്നില്ല, അത്തരത്തിലാണ്. കാരണം അത്ര അഡിക്റ്റായിരിക്കുക, ആ വിഷയത്തിന് അഡിക്റ്റായിരിക്കുക. ചിലർ കച്ചവടത്തിന് അഡിക്റ്റായിരിക്കുക, വാട്സപ്പിന്, കച്ചവടത്തിന്, പെണ്ണിന്, കള്ളിന്, അല്ലേ? അങ്ങനല്ലേ? അപ്പോൾ ശ്രദ്ധിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, തലയിലേക്ക് എന്ത് കയറ്റുന്നുവോ കയറ്റുമ്പോൾ ലജ്ജ ഉണ്ടാകുന്നതിനാ ലജ്ജ എന്ന് പറയാം. എന്നെ മനസ്സിലായില്ല? എൻ്റെ ഔറത്ത് ഞാൻ ഷെഡ്ഡി ഉടുക്കുമ്പോൾ ഒരു തുണി കൊണ്ട് മറിച്ച് ഷെഡ്ഡിട്ടതിനല്ല വിഷയം. യഥാർത്ഥ ലജ്ജ എന്ന് പറഞ്ഞാൽ തലയിലേക്ക് എന്ത് കയറണം എന്ത് കയറണ്ടാന്ന് തീരുമാനിക്കുമ്പോഴാണ് ലജ്ജ വരേണ്ടത്. എൻ്റെ തലയിലേക്ക് കയറണ്ട, അത് പുറത്തേക്ക്. അപ്പോൾ ലജ്ജ വന്നു. പിന്നെയോ എൻ്റെ വയറിൻ്റെ അകത്തേക്ക് ഞാൻ എന്ത് കയറ്റുമ്പോഴും ഇത് ഹലാലാണോ ഹറാമാണോ എന്ന് പരിശോധിച്ച് കയറ്റണം. അപ്പോഴാ ലജ്ജ. ഹറാമ് കയറുമ്പോൾ ലജ്ജ വരണം. വരുന്നുണ്ടോ? ഹറാമ് ഉരുട്ടി തൊള്ളയിൽ കിടുമ്പോൾ, അല്ലെങ്കിൽ നോട്ടിൻ്റെ കെട്ട് ആ ഹറാമായ വകുപ്പിലൂടെ കിട്ടിയ കുറേ പൈസ അട്ടിവെക്കുമ്പോൾ നമുക്കൊരു ലജ്ജയില്ല, നമുക്ക് അഭിമാനബോധ, അല്ലേ? അപ്പോൾ ശ്രദ്ധിക്കുക, അതോടൊപ്പം ലജ്ജ ഉണ്ടാവണം. മരണബോധത്തെക്കുറിച്ച് ബോധം നഷ്ടപ്പെടുമ്പോഴും തൻ്റെ നാശത്തെക്കുറിച്ചുള്ള ബോധം നഷ്ടപ്പെടുമ്പോഴും ലജ്ജ വരണം. ഞാൻ എൻ്റെ മരണത്തെക്കുറിച്ച് മറവിയിലേക്ക് തള്ളുമ്പോൾ ലജ്ജ വരണം. എൻ്റെ നാശത്തെക്കുറിച്ച് എനിക്ക് ബോധം വരാതിരിക്കുമ്പോൾ എനിക്ക് ലജ്ജ വരണം. അയ്യയ്യയ്യേ, മനുഷ്യനായി ജീവിച്ചിട്ട് ആ ലജ്ജ നഷ്ടപ്പെട്ടല്ലോ, അതാ ലജ്ജ. ഈമാൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞ ലജ്ജ അതാണ്. അല്ലാണ്ട് പൊരയിലാരെയും തെരഞ്ഞു വരുമ്പോൾ കുപ്പായിട്ടിട്ട് ഇങ്ങനെ വന്ന് അസ്സലാമലൈക്കും തന്നതിനല്ല. ഇത് ആണുങ്ങൾ ഇപ്പോൾ പൊരയിലാരെയും വന്ന് അസ്സലാമലൈക്കും, ആ ഒറ്റ പാച്ചില്ല, ഞാൻ ടൗസർ കുപ്പായിട്ടിട്ട് വരാൻ. ആ ലജ്ജ അല്ല ഇവിടെ പറഞ്ഞത്. ലജ്ജ, യഥാർത്ഥ ലജ്ജ എന്ന് പറഞ്ഞാൽ തലയിലേക്ക് വേണ്ടാത്ത കാര്യങ്ങൾ കയറുമ്പോൾ ലജ്ജ വരണം. വരുന്നുണ്ടോ? ഉണ്ടോ? വയറ്റിലേക്ക് ഹറാമായ മുതലുകൾ കയറുമ്പോൾ ലജ്ജ വരുന്നുണ്ടോ? ശ്രദ്ധിക്കണം. പിന്നെ ഇങ്ങനെ ഒരാൾ ജീവിച്ചാൽ, ലജ്ജയോടുകൂടി ജീവിച്ചാൽ, അയാൾക്ക് ഞാൻ അള്ളാഹ് കൊടുക്കാൻ പോകുന്നത് ഈ നിലക്ക് ജീവിക്കുന്ന ആൾ ഒമൻ അറാദൽ ആഖിറ തറക സീനത്തദ് ദുനിയ, പരലോകത്ത് ആഗ്രഹിക്കാൻ തുടങ്ങിയാൽ പിന്നെ ദുനിയാവിൻ്റെ വർണ്ണശബളമായ അലങ്കാരങ്ങൾ തനിയെ അങ്ങോട്ട് ഒയ്യാൻ തുടങ്ങും. നിങ്ങളെ പുരയിൽ വർണ്ണശബളമായ ജീവിതമാണോ നിങ്ങൾ നയിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് മരണബോധമൊന്നും വന്നിട്ടില്ല. ശരിയാ? ഉണ്ടോ? നമ്മളെ ജീവിതത്തിൽ മരണബോധവും നമ്മളുടെ നാശവും നമ്മുടെ വീട്ടിലെ നാശവും ഈ രാജ്യം ഇപ്പോൾ ഒരു കുലുക്കുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഭൂമി ഇങ്ങനെ കുലുങ്ങുന്നു. ഭൂമി ഇങ്ങനെ കുലുങ്ങുമ്പോൾ ആരെങ്കിലും എൻ്റെ ആ ജീൻസ് പാൻസിന് എടുത്താൽ അറിയോ? ഇവിടെ പോയി സീനത്ത്, എനിക്ക് ആ സാരിയൊക്കെ ഒന്ന് മാറ്റേണ്ടി, ഒന്ന് ഏതായാലും മരിച്ചു കിടക്കുമ്പോൾ ചമഞ്ഞ് കിടക്കാമെന്ന് പറഞ്ഞാൽ ആരെയും പോവുമോ? ഇല്ലല്ലോ. അപ്പം അപകടം മണക്കാൻ തുടങ്ങിയാൽ അപ്പം സീനത്തൊന്നും വേണ്ട. വേണോ? വേണ്ട. അതാ അള്ളാഹു പറഞ്ഞു, ആഖിറം മനസ്സിൻ്റെ അകത്തേക്ക് വന്നാൽ സീനത്ത് പുറത്തേക്ക് ഇറങ്ങും. ആഖിറം മനസ്സിലേക്ക് വരാത്ത മനുഷ്യന്മാർക്ക് സീനത്താണോ ഓലെ മെയിൻ പരിപാടി. ഓൾക്ക് കല്യാണമാണ് മെയിൻ പരിപാടി, ഓൾക്ക് കുടിയിരിക്കലാ വലിയ പരിപാടി, ഓൾക്ക് വിരുന്നേരാ വലിയ പരിപാടി. ഓർക്ക് ദീനൊന്നും വലിയ പ്രശ്നമല്ല. ഓൾ ദീനിൻ്റെ മുമ്പിൽ ഉണ്ടാവും, പക്ഷെ ലജ്ജയില്ലാത്ത ആളുകളാണ്. അങ്ങനെ ഇപ്പോൾ
ഒരു ദീൻ്റെ ഒരു കാര്യം ഒരു ഭാഗത്ത്, ഒരു കല്യാണം ഒരു ഭാഗത്ത്, എതിന് പോവും. ലജ്ജ ഉള്ളവൻ കല്യാണത്തിനല്ല പോവുക. കല്യാണത്തിന് പോയിട്ട് വേണമെങ്കിൽ കല്യാണത്തിന് പോകേണ്ട കല്യാണമാണെങ്കിൽ പോവും, അല്ലെങ്കിൽ പോവില്ല, അല്ലേ? അത്രയല്ലേ അവന് പ്രാധാന്യമുള്ളൂ. അള്ളാൻ്റെ ദീൻ്റെ ഒരു കാര്യം നടക്കുന്നു, പുരയിൽ വിരുന്നേരം വന്നു, എനിക്ക് പോകാനുണ്ട്, സത്യം തുറന്നങ്ങ് പറയും, ഓലങ്ങ് വിട്ടേക്കും, അല്ലേ? നമ്മളാണ് എന്ത് പറയും, നിങ്ങൾ ചിലപ്പോൾ നിങ്ങളെ നാട്ടിൽ ക്യാമ്പോ പരിപാടിയോ പ്രസംഗമൊക്കെ നടക്കുകയാണെങ്കിൽ നിങ്ങൾ പെണ്ണുങ്ങളോടൊക്കെ ചോദിച്ചു നോക്കേണ്ടി എന്തെങ്കിലും വരാഞ്ഞ് ഞാൻ ഇറങ്ങാൻ പുറപ്പെടുമ്പോൾ ഒരു ഗസ്റ്റല്ല ഗോസ്റ്റ് ഒരു പ്രേതം വന്നു, അല്ലേ? അപ്പം ഞാൻ പിന്നെ ഓല കൂടെ ആടി, പിന്നെ ആടി ഓടി, പിന്നെ അവസാനം അത് മറന്നുപോയി. അത് കഴിഞ്ഞോ? ഒമൻ അറാദൽ ആഖിറ, പരലോകബോധം ഈ പറഞ്ഞ ലജ്ജയിലൂടെ വന്ന വ്യക്തിക്ക് പരലോകബോധം വന്നാൽ അതിൻ്റെ അടയാളം തറക സീനത്തദ് ദുനിയ ഫമൻ ഫഅല ദാലിക, അങ്ങനെ ആരെങ്കിലും പ്രവർത്തിച്ചു വന്നാൽ ഫഖദ് ഇസ്തഹിയ മിനല്ലാഹി ഹഖൽ ഹയാ, അവനാണ് യഥാർത്ഥ ലജ്ജ ഉള്ളവൻ. മറ്റേ ലജ്ജ എന്ന് പറയുമ്പോൾ തുണി മാറ്റുമ്പോഴുള്ള ലജ്ജ അല്ല ഞാൻ ഉദ്ദേശിച്ചത്, മനസ്സിലല്ലേ? യഥാർത്ഥ ലജ്ജ എന്ന് പറഞ്ഞാൽ തലയിൽക്ക് വല്ലതും കയറുമ്പം എന്തെങ്കിലും വിവരം കയറുമ്പോൾ തോന്നിയാസാണ്, വൃത്തികേടാണ്, അശ്ലീലമാണ്, വേണ്ട, ഒഴിവാക്കി. വയറ്റിലേക്ക് ഹറാമായ സാധനങ്ങൾ കയറുമ്പോൾ വേണ്ട, മനസ്സിലേ? പരലോകബോധം നഷ്ടപ്പെടുന്ന ഒരു പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിട്ട് കല്യാണം അതിൻ്റെ അടിയന്തരവും കോലാഹലങ്ങളിലേക്ക് വേണ്ട, ഉണ്ടോ? അങ്ങനെ ആരെങ്കിലും ചെയ്താൽ എന്തുണ്ടാവുന്ന പറഞ്ഞത്, ആ വ്യക്തിക്ക് അള്ളാഹു എന്തു ചെയ്യുന്ന പറഞ്ഞത്, പരലോകത്തിൻ്റെ ലാഭം ഉണ്ടായി കൊടുക്കും. അള്ളാഹു യഥാർത്ഥ ലജ്ജ ഉള്ളവനായിട്ട് അവന് ജീവിച്ചു മരിക്കാൻ കഴിയും, കേട്ടോ? ഇനി ലജ്ജ നഷ്ടപ്പെട്ടാൽ, ഇനി അടുത്ത് ഈ ലജ്ജ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ ചെകുത്താന് കൊള്ളലാഭമല്ലോ. ഇനി അടുത്തയിലേക്ക് കടക്കുമ്പോൾ ലൈംഗികതയാണ് കൊള്ളലാഭം കിട്ടുന്ന മറ്റൊന്ന്. ചെകുത്താന് ഭയങ്കര കൊള്ളലാഭമാണ്. ഏറ്റവും കൂടുതൽ മനുഷ്യന്മാരിൽ നിന്ന് കിട്ടുന്ന കൊള്ളലാഭം ഇന്ന് തന്നെ ആയിരിക്കും, അല്ലേ? ഒരു പ്രത്യേക ഏജ് വരെ, ഒരു 80-85 വയസ്സായാലും വലിയ മോശമൊന്നും വരില്ലായിരുന്നു, അല്ലേ? ചിലരൊന്നും അല്ലേ? നമുക്ക് നോക്കാം. നമുക്ക് പലതരം ലൈംഗികത ഉണ്ട്. ചെകുത്താന് ഇഷ്ടപ്പെട്ട ഒരു ലൈംഗികത എന്താ വെച്ചാൽ ഭാര്യ ഭർത്താക്കന്മാരുടെ ലൈംഗികത അല്ല ഇവിടെ ഉദ്ദേശിച്ചത്, കേട്ടോ? അത് നമുക്കറിയാം. അത് അള്ളാഹു പറഞ്ഞത് നിങ്ങൾ ഇഷ്ടം പോലെ നിങ്ങൾ ചെയ്തോളിന്ന്. അതിനും ചെകുത്താൻ ലാഭമുള്ളത് അവിടെയുണ്ട്. അപ്പോൾ ഒന്ന് പരിശോധിക്കാം. ഒന്ന് സ്വവർഗഭോഗം, മറ്റൊന്ന് ഈ ഒരേ വിഭാഗം ആളുകൾ തമ്മിൽ, ആണും പെണ്ണും തമ്മിൽ ലൈംഗിക ചേഷ്ടകൾ നിർവഹിക്കുക. അങ്ങനെ ഒരു സമൂഹം ആദ്യമായി രംഗത്ത് വന്നത് ലൂത്ത് നബിൻ്റെ സമൂഹമാണ്. ആ സമൂഹത്തെ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാണ്? ഓ ലൂത്തൻ ഇദ്ഖാല ഖൗമിഹി, നാം ലൂത്ത് നബിയെ അദ്ദേഹത്തിൻ്റെ സമുദായത്തിലേക്ക് അയച്ചു. അദ്ദേഹം ആ സമുദായത്തോട് പറഞ്ഞു, ഇന്നക്കുൻ്റെ തെഴുത്തൂനൽ ഫാഹിഷത്ത, നിങ്ങൾ ഏറ്റവും നികൃഷ്ടമായ പ്രവർത്തനങ്ങളാണ് കൂട്ടരെ ചെയ്യുന്നത്. മാ സബഖക്കും ബിഹാ മിൻ അഹദിൻ മിനൽ ആലമീൻ, ലോകത്തിതിനൊരു ഇന്ന് വരെ നിങ്ങൾ ഈ ചെയ്യുന്നത് വരെ ഈ ദുർവൃത്തിക്ക് മാതൃകയില്ല. അപ്പോൾ ലൂത്ത് നബിൻ്റെ സമൂഹം ഈ പ്രവൃത്തി തുടങ്ങുന്നതിന് മുമ്പ് ഈ ദുർവൃത്തി ഭൂലോകത്ത് നടക്കുന്നില്ല. വളരെ മോശമായ പ്രവർത്തനമാണ്. അങ്ങനെ നല്ല ദീനും അജ്ജൊക്കെ ചെയ്ത ആൾക്കാർക്ക് ഉണ്ടാകേണ്ടത്, അല്ലേ? ഇത്തരം ദുസ്വഭാവങ്ങൾ ഉണ്ടോ? ചിലപ്പോൾ ഇതിൻ്റെ ഒരു ദൂഷ്യം എന്താ അറിയോ? ഞാൻ ആരെയെങ്കിലും ഇത്തരത്തിൽ സ്വവർഗഭോഗത്തിന് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഓനൊരു 10 എണ്ണത്തിന് വേറെ ഉപയോഗിക്കും, ഓനും ഇതുപോലെ നശിപ്പിക്കും, അല്ലേ? അങ്ങനെയാണല്ലോ. അതായത് നമ്മളുടെ മനസ്സിനകത്ത് ചെറുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയ വിനകൾ, അപകടങ്ങളൊക്കെ നമ്മളെ ജീവിതത്തെ വല്ലാതെ സ്വാധീനിക്കും, ഇല്ലേ? ഒരു ചെറുപ്പക്കാരനെ ബയ്യ എടുത്തുമ്പോൾ ആലോചിക്കുമോ, ഈ മനുഷ്യൻ അയാൾ നിസ്കരിക്കുന്നുണ്ട്, അജ്ജിനും പോകുന്നുണ്ട്, അയാൾക്ക് ഈ പണിയുണ്ട്, കേട്ടോ? അത്തരം ആളുകളെ അള്ളാഹു എന്നിട്ട് പറയുന്നു, ഇന്നക്കുൻ്റെ തെഴുത്തൂന റിജാല, നിങ്ങൾ പുരുഷന്മാരുടെ അടുത്താണോ വികാരപൂർത്തീകരണത്തിന് പോകുന്നത്? ഓ തഖ്തഊന സബീല, നിങ്ങൾ ഇത്തരം ആളുകൾ ആ ദുർവൃത്തി മാത്രമല്ല കൊള്ളയടിക്കുന്നു. ഓ തെഴുത്തൂന ഫീ നാദിയക്കുൽ മുങ്കറ, നിങ്ങളുടെ സദസ്സുകളിലൊക്കെ നിങ്ങൾ വരുമ്പോൾ വളരെ നീചവും നികിട്ടവുമായ നൃത്യങ്ങളും തമ്മാടിത്തങ്ങളും എല്ലാ ആണും പെണ്ണും ഉടുതുണി ഉരിഞ്ഞ സംസ്കാരവുമൊക്കെ നിങ്ങളുടെ സമൂഹത്തിൽ കൊണ്ടുവരുന്നു. ആ ലൂത്ത് നബിൻ്റെ സമൂഹത്തിലുണ്ടായിരുന്ന ദുർവൃത്തികൾ അതൊക്കെ അങ്ങനെ. അപ്പം ലജ്ജ നഷ്ടപ്പെട്ടാൽ ഈ ദുർവൃത്തിയിലേക്കൊക്കെ മനുഷ്യന്മാർ കിടക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ സമൂഹത്തെ, ആ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സമൂഹത്തെ അള്ളാഹു നശിപ്പിക്കുകയാണ് ചെയ്തത്. ആദ്യം ചെയ്തത് അവരുടെ കാഴ്ചശക്തി നഷ്ടപ്പെടുത്തി. ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജനത ഈ ദുർവൃത്തി ചെയ്തപ്പോൾ അവരുടെ കാഴ്ച നഷ്ടപ്പെടുത്തി. പിന്നെ അവരുടെ നാട് അള്ളാഹു അടിമേൽ മറിച്ചു. പിന്നെ ചൂള വെച്ച ഇഷ്ടിയക്കല്ലുകൾ കൊണ്ട് അവരെ നശിപ്പിച്ചു.
ഭയങ്കര അതിശക്തമായ ഘോര ശബ്ദം അവരുടെ ചെവിക്ക് താങ്ങാൻ കഴിയാത്ത വിധം അങ്ങനെ ഒരു മരണത്തിന് വിധേയരായി. അത്രയും മോശമായ ഇത്തരം ദുർവൃത്തികളൊക്കെ മനുഷ്യന്മാർ ചെയ്യും. അപ്പം ഞാൻ പറഞ്ഞു, ഭാര്യൻ്റെ അടുത്താണെങ്കിൽ നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിന് പോകാമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ യസ്അലൂനകാനിൽ മഹീദ്, ആർത്തവ സമയത്ത് ഭാര്യമാരെ സമീപിക്കുന്നതും ഭർത്താക്കന്മാർ ചെയ്യുന്ന ചെകുത്താന് കൊള്ളലാഭമുണ്ടാക്കുന്ന കാര്യമാണ്. അതേക്കുറിച്ച് ചോദിച്ചാൽ നബിയെ താങ്കൾ പറയണം, ഖുൽ ഹുവ അദൻ, അത് മ്ലേച്ഛമായ അവസ്ഥയാണ്, ഒരു സ്ത്രീയുടെ മ്ലേച്ഛമായ അവസ്ഥയാണ്. അതുകൊണ്ട് ഫഅ്തസിലു നിസാ ഫിൽ മഹീൽ, ആർത്തവ വേളയിൽ പെണ്ണുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സ്വഭാവത്തിൽ നിന്ന് പിന്മാറണം. വലാ തഖ്റബുഹുന്ന, അവരുമായി നിങ്ങൾ സമീപിക്കരുത്. ഹത്താ യത്ഹുർന, അവർ ശുദ്ധിയാകും വരെ. സൂറത്ത് അൽ ബഖറ. അവർ ശുദ്ധിയാകുന്നത് വരെ അവരുമായി സമീപിക്കാൻ പാടില്ല. ഇനി വൈദാ തതഹർന, അവർക്ക് ശുദ്ധി വന്നാലോ ഫഅ്തുഹുന്ന, നിങ്ങൾക്ക് അവരുടെ അടുത്ത് പോകാം. മിൻ ഹൈസു അമറക്കുമുല്ലാഹ്, അള്ളാഹു നിങ്ങളോട് കൽപ്പിച്ച രൂപത്തിൽ. അവിടെയുണ്ടൊരു കൽപ്പന, കൽപ്പിച്ച രൂപത്തിലേ പോകാൻ പാടുള്ളൂ. എന്താ ആയത്തിനെ വ്യാഖ്യാനിക്കുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കേട്ടോ, മന്നത്ത ഹായിലൻ, ആരെങ്കിലും ഒരു ഹൈലുള്ള പെണ്ണിൻ്റെ അടുത്ത് സ്വർ ഭോഗിക്കുവാൻ വേണ്ടി ചെന്നാൽ, ഔ ഇമ്രാത്തൻ ഫി ദുബരിഹ, അല്ലെങ്കിൽ അവളുടെ പിൻദ്വാരത്തിലൂടെ സംയോഗത്തിന് ചെന്നാൽ, ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, വിശുദ്ധ ഖുർആന്റെ ശത്രുവാണവൻ. ഇങ്ങനൊക്കെ ജീവിക്കുന്ന, മൃഗത്തെപ്പോലെ ജീവിക്കുന്ന ആണും പെണ്ണും ഭൂലോകത്തില്ലേ? ചിലപ്പോൾ വിവരമില്ലാത്തതുകൊണ്ട് നമ്മൾക്കും വന്നു പോയിണ്ടാവും. ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം ചെയ്യുന്നതും അറിയാതെ ചെയ്യുന്നതും രണ്ടും രണ്ടാണ്. ഒരു വിഷയത്തിൻ്റെ എൻ്റെ ഭാര്യയല്ലേ, അള്ള പറഞ്ഞെന്താ എങ്ങനെ വേണമെങ്കിൽ പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? എന്നാൽ അതും അവിടെയും അള്ളാഹു ക്ലോസ് വെച്ചെന്താ, മിൻ ഹൈസു അമറക്കുമുല്ലാഹ് ഫഅ്തുഹുന്ന, അവരുടെ അടുത്ത് നിങ്ങൾക്ക് പോകാം. മിൻ ഹൈസു അമറക്കുമുല്ലാഹ്, അള്ളാഹ് കൽപ്പിച്ച രൂപത്തിൽ. അപ്പോൾ അള്ളാഹ് കൽപ്പിക്കാത്ത രൂപമാണ് ഹൈലുള്ള സമയത്ത് പോകലും അവരുടെ പിൻഭാഗത്തൂടെ പോകലും ഒക്കെ മനുഷ്യന് പാടില്ലാത്തതാണ്. ഇതൊക്കെ ചെകുത്താന് കൊള്ളലാഭമുണ്ടാക്കുന്ന പ്രത്യക്ഷത്തിലുള്ള, ഞാൻ നമ്മളെ പ്രസംഗം തുടങ്ങുന്നത് പ്രത്യക്ഷവും പരോക്ഷവുമായ പാപങ്ങൾ ഒഴിവാക്കണം അല്ലേ? വദറു ലാഹിറൽ ഇസ്മി വൽ ബാത്തിന, പ്രത്യക്ഷവും പരോക്ഷവുമായ തിന്മകൾ നിങ്ങൾ ഒഴിവാക്കണമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു നമ്മൾ ആരംഭിച്ചത്. ആ പ്രത്യക്ഷത്തിലുള്ള തിന്മകളാണ് ഇതുവരെ നമ്മൾ സംസാരിച്ചത്. ഇനി നമുക്ക് അല്പം നേരം പരോക്ഷമായ തിന്മയെക്കുറിച്ച് ഒരല്പം അതറിയണമല്ലോ. എന്താ പരോക്ഷം? അതെന്താ വെച്ചാൽ മനസ്സുകൊണ്ടുള്ള പാപമാണ് പരോക്ഷം. മറ്റൊക്കെ നമ്മൾ അവയവങ്ങൾ കൊണ്ടാണ്, അത് പ്രത്യക്ഷം. കണ്ണുകൊണ്ട്, കാതുകൊണ്ട് അല്ലേ? അതിനൊപ്പം നമ്മൾ ഹദീസൊക്കെ ഉദ്ധരിച്ചു അല്ലേ? ഇനി നമുക്ക് മനസ്സുകൊണ്ടുള്ള കുറേ പാപമുണ്ട്. അതിലൊന്നാണ് അഹങ്കാരം. അത് ഏത് അവയവ ചെയ്യുന്നത്? മനസ്സാണ്. ഖുർആൻ അങ്ങനെ പറയുന്നത്. മനസ്സിൻ്റെ അഹങ്കാരം അത് നിങ്ങൾ പ്രത്യക്ഷത്തിൽ കാണൂല. ഒരാളെ എവിടെയും നോക്കിയാൽ കണ്ണ് കാണുന്നത് പോലെ അഹങ്കാരം കാണൂല. പക്ഷെ അയാളുടെ ചേഷ്ടകൾ നമുക്ക് ചിലപ്പോൾ ചില ആൾക്കാർക്ക് അഹങ്കാരം ഒന്നും ഉണ്ടാവില്ല, ചേഷ്ട ഭയങ്കര കോപ്പായിരിക്കും, അതിൽ അഹങ്കാരം ഒന്നും ഉണ്ടാവില്ല. പാൻറ്റൊക്കെ ഷർട്ട് ഇൻസൈഡ് ചെയ്ത് ബെൽറ്റൊക്കെ കെട്ടി ഷൂസൊക്കെ ഇട്ട് ബട്ടൺസൊക്കെ പിടിപ്പിച്ച് മൂപ്പര് വളരെ ഒരു സുവാസുൽ ഖന്നാസിൻ്റെ ആളാണ്. അല്ലാണ്ട് അയാൾ അല്ല അഹങ്കാരം ഒന്നും ഉണ്ടായിട്ടല്ല, അയാൾ സാധുവാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ ഇടുക, കോളറൊക്കെ ഇങ്ങനെ ഇട്ട് കൈയൊന്നോ ഇങ്ങനെ കുപ്പായും വെച്ച് നമ്മൾ വിചാരിക്കും പാവാണ്, അതിന് കളിച്ച് നോക്കണം കേട്ടോ. ഇത് ഞങ്ങൾ കാണിച്ചു തരുന്നത് എന്തിനാ അറിയോ? നിങ്ങൾ രണ്ട് തലത്തിൽ നിങ്ങൾ കാണുകയെ അല്ലേ? രണ്ട് തലത്തിൽ കാണല്ലേ? നമ്മൾ വൃത്തിയിൽ നടക്കുന്നത് ഇസ്ലാമിലൊരു വിരോധമില്ല. നിങ്ങൾ അള്ളാഹു ഭംഗിയുള്ളവനാണ്. ഇന്നല്ലാഹ ജമീലുൻ വ ഇന്നല്ലാഹ യുഹിബ്ബുൽ ജമാൽ. അള്ളാഹു ഭംഗിയെ ഇഷ്ടപ്പെടുന്നുണ്ട്. ഏതെങ്കിലും ഒരു കോലത്തിൽ ഇങ്ങനെ സാധുവിൻ്റെ മായി ഒരാൾ ഫക്കീറായിട്ട് അഭിനയിച്ചാൽ ഫക്കീറാവില്ല അല്ലേ? സാധുവായിട്ട് അഭിനയിച്ചാൽ ഇപ്പോൾ ഒരു ജോലിക്കൊക്കെ ഒരാൾ ഇങ്ങെടുത്ത് വരികയാണെങ്കിൽ സാധുവായിട്ടല്ലേ വരിക അല്ലേ? 4 ദിവസം കഴിഞ്ഞാലോ, ആദ്യത്തെ ശമ്പളം വാങ്ങിക്കഴിഞ്ഞാലോ നിങ്ങൾക്ക് തന്നെ അറിയാലോ. നിങ്ങൾ തന്നെ പറയും ഞാൻ വരുമ്പോൾ എന്ത് ഈ കോലത്തിലാണ് വന്ന് അറിയോ, ഇപ്പം എൻ്റെ മേത്ത് കിടക്കുകയാണ് അല്ലേ? ചിലവർ പറയുന്നുണ്ട് പാവപ്പെട്ടൊരു പെണ്ണെ കെട്ടിയാൽ മതി എന്നാ കഴിച്ചില്ലാവും. പാവപ്പെട്ടതിനെ കെട്ടിയിട്ട് കുടുങ്ങിയവരുണ്ട്. എന്താ നിങ്ങളെ ചെറിയ നിങ്ങളൊക്കെ കുടുങ്ങിയോ? ആരേകളെ കുടുക്കിയത് എനിക്കറിയില്ല. അപ്പോൾ ഈ പാവപ്പെട്ട പോരേത് കെട്ടി വിചാരിച്ചിട്ടൊന്നും കഴിച്ചില്ലാവില്ല. മനസ്സാണ് പാവാവേണ്ടത്, കോലല്ല. മനസ്സിലായേ? രൂപം പാവമാവുകയല്ല വേണ്ടത്, മനസ്സ് പാവമാവണം കേട്ടോ. മനസ്സ് പാവമായാൽ
വൈകാരികമായ അവസ്ഥയിൽ നമുക്ക് പാപങ്ങൾ വരില്ല. നമുക്ക് നോക്കാം, ഖുർആൻ പറയുന്നു വലാ തുസഇർ ഖദ്ദക ലിന്നാസ്, അഹങ്കാരത്തിൻ്റെ ഒരു അടയാളം. ജനങ്ങളെ കണ്ടാൽ കാണാത്ത മാതിരി മുഖം തിരിച്ചു കളയരുത്. ചിലവരടുത്ത് നിങ്ങൾ പോയിട്ട് ഓലടുത്ത് ചെന്ന് അസ്സലാമു അലൈക്കും എന്ന് പറയുക, അത് ആരടുത്ത് അത് നിങ്ങൾക്ക് അറിയാൻ പറയില്ല, നിങ്ങൾക്കറിയാം. ചിലവർ നിങ്ങൾ കണ്ടാൽ നിങ്ങൾ പാൻ പറയും, വെറുതെ പറയാന്നാണ് വർത്താനം പറയും. ഒരു പറയാന്ന് വർത്താനം പറഞ്ഞാൽ ഒരാൾ വന്നില്ല, ഒരു സലാം ചെല്ലാൻ അവസരം കിട്ടിയില്ലേ, അസ്സലാമു അലൈക്കും അലൈഹിസ്ലാം, അയാൾ പാവാം സാധുവാകും. ചിലയിടത്തൊക്കെ ഈ പള്ളിയിൽ ജുമാ പിരിഞ്ഞ് കഴിഞ്ഞാൽ ചില ആൾക്കാർ ഇങ്ങനെ സലാം ചെല്ലാനായിട്ട് നിൽക്കണമല്ലോ, പാവങ്ങൾ. അപ്പം മറ്റോല് ശരി ഓടെ ഓക്കെ ഓക്കെ ഉണ്ടാ, നേരെ മറിച്ച് അസ്സലാമു അലൈക്കും, ഇത് രണ്ട് നമ്മൾ കാണലുണ്ടല്ലേ. പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുന്നവര് കള്ള് ഷാപ്പിൽ നിന്ന് വന്നോലല്ല, കള്ള് ഷാപ്പിൽ നിന്ന് വന്നവരെടുത്ത് അതാ അവർ പറയുന്നത്, കള്ള് ഷാപ്പിൽ നിന്ന് വന്നവരെടുത്ത് അഹങ്കാരേ ഇല്ല. എന്താ, കള്ള് ഷാപ്പിൽ നിന്ന് വരുന്നവനക്ക് മനസ്സ് വർക്ക് ചെയ്യുന്നില്ലല്ലോ, അവൻ്റെ മനസ്സൊക്കെ തകരാറായിട്ട് എല്ലാം ഫാൾട്ടായി കിടക്കുകയാണ്, എല്ലാം ഡിസോർഡറാണ്. അപ്പോൾ അതുകൊണ്ട് മൂപ്പർക്ക് അഹങ്കാരം എന്താണെന്നോ അല്ലെങ്കിൽ ഒന്നുമില്ല, എല്ലാം നമ്മളെല്ലാം ഒന്നാണെന്നാണ് പറയും. ചിലവർ കഴുത്തുള്ള മാലിയൊക്കെ കഴിച്ചിരിച്ച് എടുത്തു പറയും. അത് അങ്ങനെ കിട്ടിയാലും ഉണ്ടാവുന്നില്ല കേട്ടോ, ജാഹിലിയ കാലത്ത് വാങ്ങിയാലും ഉണ്ടാവും. അപ്പോൾ അവനക്ക് ഇതൊന്നുമില്ല. പക്ഷെ കുറച്ചൊരു മനസ്സിൻ്റെ പ്രത്യക്ഷമായതും പരോക്ഷമായ, പ്രത്യക്ഷം നമ്മൾ കണ്ടു, പരോക്ഷമാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഒലാ തംഷിഫിൽ അർലി മറഹ, ഭൂമിയിൽ അഹങ്കാരത്തോട് നടക്കരുത്. അത് മനസ്സിൽ അഹങ്കാരം വരുമ്പോൾ ഉള്ള നടത്തത്തിൻ്റെ രൂപത്തിന് വ്യത്യാസം ഉണ്ടാവും. നൃത്തം നടത്തൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ, ദുരഭിമാനികളായ പൊങ്ങച്ചക്കാർ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല, അതുകൊണ്ട് അങ്ങനെ നടക്കരുത്. ഇനി വഖ്സിദ് ഫി മഷീക, നടത്തത്തിലൊരു മിതത്വം, അതിസ്പീഡിൽ നടത്തരുത്, വളരെ സ്ലോയിൽ നടക്കരുത്, മിതത്വം പാലിക്കണം. വഗളുദ് മിൻ സൗത്തിക, ശബ്ദം കുറച്ച് സംസാരിച്ച് പരിശീലിക്കണം. ചിലവർ ദേഷ്യം പിടിച്ചാൽ ഉമ്മനോടാന്നില്ല വാപ്പനോടാന്നില്ല അങ്ങോട്ട് വർത്താനം പറയും അല്ലേ, അല്ലേ, ശമ്പളമൊക്കെ വാങ്ങിയ ശേഷം അല്ലേ, അവൻ്റെ സ്റ്റുഡൻറ്റാ, അതുകൊണ്ട് അങ്ങനെ അല്ലേന്ന് അവനോട് ചൂണ്ടി കേട്ടോ. ശമ്പളമൊക്കെ വാങ്ങിക്കഴിഞ്ഞ് ബാപ്പനേക്കാൾ വലിയ അമ്പളും വലിയ വലിയ മുക്കാലൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അയാളോട് പോയി പണിയൊക്കാൻ പറയുന്നതാണ്. അയാളാര്, നമ്മളാര്, അയാളാര്. ഞാൻ ബിടെക്കാണ്, അയാൾ 8ാം ക്ലാസ് തോറ്റതാ. അതിലുണ്ട് 8, ഇതിലുണ്ട് 8, അതിൽ 8 അതിൽ 8 പൊട്ടിയതാണ്, ഇതിൽ ബിടെക്കാണ്, അതിലിട്ടുണ്ട് അല്ലേ. അപ്പോൾ ബിടെക്ക് കഴിഞ്ഞു, എഞ്ചിനീയറിംഗ് കഴിഞ്ഞു, അതൊക്കെ അയാളെ വിയർപ്പ് ഉരുട്ടി പുണിക്കി തിന്നതാ കേട്ടോ. ട്രൗസറും ബെൽറ്റും ഒക്കെ കിട്ടുന്നതിന് മുമ്പ് അതൊന്ന് ആലോചിച്ചാണ്ടി, ഒരിക്കലും വാപ്പാനെയൊന്നും ഇകഴ്ത്തി ചിന്തിക്കരുത് കേട്ടോ. അതിന് അങ്ങേപ്പുറം അല്ല ശമ്പളം DA ആയി തന്നാളും കേട്ടോ. ചാടി കളിക്കാനൊക്കെ തോന്നും, കാരണം ഉമ്മാൻ്റെ വർത്താനം കേട്ടാൽ ഏത് മക്കൾക്ക് ചൂടാവും, കാരണം അജാതി വർത്താനാണ് പറയാം, വിവരമില്ലാത്ത വർത്താനം അല്ലേ ചിലന്മാർ അങ്ങനെ. അപ്പോൾ ചൂടാവും, പക്ഷെ ചൂടാവുമ്പം ആലോചിക്കണത് ഉമ്മയാണ്. ചൂടാകാൻ പറ്റില്ല, എൻ്റെ സൗണ്ടൊന്ന് കുറയ്ക്കണമെന്ന് ഖുർആനിലുണ്ട് കേട്ടോ. മനസ്സിനെ ഞാൻ പഠിപ്പിക്കുക, ഖുർആനിലുണ്ട്, ഞാൻ ഒച്ചടാൻ പാടില്ല എൻ്റെ ഉമ്മനോട് അല്ലേ. അപ്പം ഉമ്മാക്ക് എന്ത് ചെയ്യുക, തിരുത്താ, എന്ത് ഉമ്മ അങ്ങനെയല്ല, അതിങ്ങനെയാണ്. അപ്പം ഉമ്മ വീണ്ടും പറയും. കാരണം ഈ പ്രായം ചെല്ലുമ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു തകരാറെന്താ വെച്ചാൽ എന്നെ അവഗണിക്കുന്നു എന്നൊരു തോന്നൽ എപ്പോഴും വരും അല്ലേ. ശമ്പളം പൈസയും മുക്കാലൊക്കെ ഉള്ള സമയത്ത് മക്കളെ അവഗണിച്ചാൽ ഓൻ്റെ പണിക്ക്, ഞാൻ എൻ്റെ പണിക്ക് തന്നെ നമ്മൾ പോകും അല്ലേ. മുക്കാലുള്ള സമയത്ത് അവഗണിച്ചാൽ പ്രശ്നം ഉണ്ടാവില്ല. മുക്കാലില്ലാണ്ടായിട്ട് സമൂഹത്തിൽ നിങ്ങൾക്കൊരു നിലവാരമില്ലാണ്ടായ സമയത്ത് മക്കളെ അവഗണിക്കുമ്പോൾ വല്ലാണ്ട് പ്രയാസം വരും അല്ലേ, അങ്ങനല്ലേ. അവരുടെ ഒരു ഏത് വാക്കും നമ്മളെ വേദനിപ്പിക്കും അല്ലേ. അതാണ് ഖുർആൻ പറഞ്ഞ് ചെയ്യരുത്. അതുകൊണ്ട് അള്ളാഹ് പറയാണ്, സൗണ്ട് ഇട്ട് സംസാരിക്കുന്നതിലൂടെ അള്ളാഹ് പറഞ്ഞൊരു വാക്ക് കിട്ടുന്നത്, ഇന്ന അങ്കറൽ അസ്വാത്തില്ല സൗത്തുൽ ഹമീർ, കഴുതയുടെ ശബ്ദമാണ് അരോചകമായ വലിയ ഒച്ചട്ടത്. അതുകൊണ്ട് ഒച്ചട്ടരുത്, ശബ്ദം കുറച്ച് സംസാരിക്കുക. അതൊക്കെ നമുക്ക് വരണമെങ്കിൽ വിവരം വരണം, മനസ്സിന് വരണം. ഇനിയോ ഇങ്ങനെ അഹങ്കാരപൂർവ്വം ജീവിക്കുന്ന ആളുകളെ നബി വിശദീകരിക്കുന്നു, ലാ യദ്ഖുലുൽ ജന്നത മൻ കാന ഫീ ഖൽബിഹി മിസ്കാല ദറത്തിൻ മിൻ കിബർ, ഒരു അണുമണി തൂക്കം അഹങ്കാരം മനസ്സിലുണ്ടായ സ്വർഗത്തിൽ അള്ളാഹ് കയറ്റൂല, അത് ഉറപ്പ് പറഞ്ഞു. ചിലവർ അഹങ്കാരം ഒന്നും ഉണ്ടായിട്ടായിരിക്കില്ല, വിവരക്കുറവുകൊണ്ടായിരിക്കും. വലിയ അഹങ്കാരമൊന്നുമില്ല, ഉമ്മാനോട് പാപ്പാനോടൊക്കെ എളിമത്തം തന്നെയാണ്, പക്ഷേ ദേഷ്യം പിടിച്ചാൽ എന്നതാ പറയാനൊന്നും ഉണ്ടാവില്ല. അങ്ങനത്തെ ഉണ്ട് അല്ലേ. അത് മുഖത്ത് നോക്കിയാൽ അറിയാം ആരൊക്കെയാണെന്ന്. അതിങ്ങനെ ഓല മൂക്കിൻ്റെ തെമ്പത്തുണ്ടാവും ചൂടിൻ്റെ ഒരടയാളം അല്ല, എപ്പോഴും വിയർപ്പ് കൂടി ഇങ്ങനെ ഉണ്ടാവും, അവിടെ അങ്ങനെ വിയർപ്പിൻ്റെ ഒരു ഇതുണ്ടാവും കേട്ടോ. ഓലെ കണ്ടാൽ മനസ്സിലാവും. ചിലവർ ഉമ്മ എന്ത് പറഞ്ഞാലും അവിടുന്ന് പറഞ്ഞോട്ടെ നിൽക്കും, അത് നമ്മളമ്മയാണ് പറഞ്ഞോട്ടെ പാവ എന്ന് പറയും അല്ലേ. ചിലവരോ പാവം എന്നല്ല ഇന്ത്യ സാധന എന്ന് പറയും, അങ്ങനെ പറയരുത് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ ഇത് പ്രധാനമായിട്ട് നമ്മളിൽ നിന്നാണല്ലോ നമ്മളെ മക്കൾ കേൾക്കുക. നമ്മളെ ഉമ്മാനെ പറ്റി പറയുന്നുണ്ടാവും, എന്ത്
ആ ജാതിയിൽ ഒച്ചട്ടിട്ട് അടക്കാൻ വേണ്ടി ശ്രമിക്കും. അപ്പം മടങ്ങും ചെയ്യും കേട്ടോ. അതുകൊണ്ട് ശ്രദ്ധിക്കുക. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് പരോക്ഷമായ പാപങ്ങൾ, കൊള്ളലാഭം ചെകുത്താനുണ്ടാക്കുന്ന തിന്മകളിൽ പ്രധാനപ്പെട്ട ഒന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഇയ്യാക്കും വൽ ഹസദ, അസൂയങ്ങൾ സൂക്ഷിക്കണം. വേറൊരാൾക്ക് എന്തെങ്കിലും വീടോ വാഹനമോ ലോറിയോ ജോലിയോ ഗൾഫോ ബിസിനസ്സോ ഒക്കെ ഉണ്ടാകുന്നത് ഹസദ് വരത്തില്ലേ? ഉണ്ടോ? ആർക്കെങ്കിലും എന്തുണ്ടാകുമ്പോൾ ഇനിയിപ്പോൾ ഒരാൾ വണ്ടി വാങ്ങി നിൽക്കുക, വെറുതെ നിങ്ങളോട് പറയും ഇത് ഇന്നലെ വാങ്ങിയതാണ്, അതിന് ആ ടയറിന് 2 ചവിട്ടാണ് വെറുതെ, എന്നിട്ട് ഇത് ശരിയില്ല, അതിനോടാരും ഇത് വാങ്ങാൻ പറഞ്ഞു. പിന്നെ ഓൻ ആകെ ദശിപിശിയായി. മറ്റേ വണ്ടി വാങ്ങിക്കൂടെയായിരുന്നു, മറ്റേത് എന്താ വണ്ടി, ഇതൊക്കെ ഇതിപ്പോൾ പാട്ട പോലെ വെറുതെ വിൽക്കാൻ വെച്ചെന്ന്. എത്രയ്ക്ക് ഇത് വാങ്ങി? 45,000-ന്. 10 ഉറുപ്പ്യ കൊടുത്ത് അവിടെ കിട്ടും. അതവിടെ കൊട്ടക്കാരുണ്ട് പൊളിച്ചിരിക്കുന്നു. ഇതൊക്കെ എൻ്റെ ഹസദിൽ നിന്ന് വന്നതാണ് കേട്ടോ. അങ്ങനെ നിങ്ങൾ പറയലുണ്ടോ? മറ്റോ ആകെ ബേജാറായി അല്ലേ? ചിലവർ പെണ്ണിട്ടിയവരെ പറയും, അല്ലോ ഒരു പെണ്ണിനെ കെട്ടിക്കൂടിയുണ്ട് എനിക്ക്. ഇതെന്തൊരു കോല അത്, ജോളും കൂടി നിന്നിട്ട് ആനി ഒട്ടകുമ്പോഴുണ്ടല്ലോ. അതെ, ഒരു താന്ന സംസ്കാരം. അപ്പം ഹസദ്, ഇയ്യാക്കും വൽ ഹസദ, അസൂയ സൂക്ഷിക്കണം. ഫൈനൽ ഹസദ, ഈ അസൂയ എന്ന് പറഞ്ഞ സാധനം യക്കുൽ ഹസനാത്ത്, എല്ലാ നിങ്ങളുടെ നന്മകളെയും തിന്നുകളയും. നിങ്ങളെ നോമ്പ് നിസ്കാരം ഒക്കെ പോക്കിക്കളയും. അളവ് ഇതിൻ്റെ അകത്ത് അസൂയ വന്ന് കയറിയ വേറൊരാളുടെ ഉയർച്ചയിൽ വളർച്ചയിൽ ഒരിക്കലും അസൂയ കാണിക്കരുത് കേട്ടോ. അതും കൃത്രിമമാവരുത്. സിനിമക്കാർ പറയും പോലെ ഓനും പൊന്തിച്ച് ബനിയും പൊന്തിച്ച് അങ്ങനല്ല, രണ്ടു കൂട്ടരും പൊന്തിക്കല. സിനിമക്കാർ മറ്റേ ഒരു പുറത്തിറങ്ങിയാളുള്ളതല്ല, ചാനലിൻ്റെ മുമ്പിൽ വന്നിരുന്ന മറ്റേ നല്ല അഭിനയമാണ്, എന്നേക്കാളൊക്കെ നല്ല അഭിനയം, മുമ്പിലാണ് അഭിനയത്തിൻ്റെ രാജാവല്ലേ എന്നൊക്കെ പറയും. പിന്നെ പുറത്തു കണ്ടു പറയുന്നത് ഞാനങ്ങനെ പറഞ്ഞ ചാനലിലൊക്കെ അങ്ങനെ, നമ്മൾ ഒറ്റയ്ക്കുള്ള പകനല്ല. അതായത് ചാനലിൽ പറയുമ്പോൾ മറ്റവനെ പറ്റിയൊക്കെ തൂണാ പറയാം കേട്ടോ. പരസ്യം പറയുമ്പോൾ മാതൃകാ ദമ്പതികളൊക്കെ കൊണ്ടുവരും ചാനലിൻ്റെ മുമ്പിൽ. എന്നിട്ട് എൻ്റെ ഹസ്സു അങ്ങനെ അറിയാം, ഹസ്സു ഹസ്ബൻഡിൻ്റെ ഷോർട്ടാണ് ഹസ്സു, അതാ അവൻ്റെ പേരല്ല. എൻ്റെ ഹസ്സു എന്താണ്, ഒരിക്കലും ഇന്ന് വരെ എന്നോട് എടി എന്ന് വിളിച്ചിട്ടില്ല, പോടിയെന്നേ വിളിച്ചിട്ടുള്ളൂ. അത്ര വളരെ സ്നേഹമുള്ള ഹസ്സുവാണ്. അപ്പോൾ അവൻ എനിക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ ഒരു ലാഭമാണ് ഇവള്, മനസ്സിലല്ലേ? അത്ര മാതൃക. അത് പുറത്തിറങ്ങിയതിൻ്റെ ശേഷം അതൊക്കെ വെറുതെ എൻ്റെ കാറിൽ വരേണ്ട ഓട്ടോറിക്ഷ ഇട്ട് വയ്ക്കുമെന്ന് ഞാൻ വേറെ അയക്കാൻ പോകുന്നുണ്ട്. ചാനലിൻ്റെ മുമ്പിൽ വരുമ്പോൾ ഒക്കെ മാതൃകാ ദമ്പതികളാണ്. പുറത്തുള്ള ആൾക്കാരോടൊക്കെ അതപ്പോഴത്തെ ഈ കുത്തിരിക്കുന്ന പെണ്ണുങ്ങളൊക്കെ വേറെ പെണ്ണുങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ നിങ്ങളെപ്പറ്റി നല്ല അഭിപ്രായം പറയാം. ഏതാനും സ്നേഹം ഇങ്ങനെ ഒലിച്ചിട്ട് നെയ്യ് ഒലിക്കും പോലെ, അങ്ങനെ തന്നെ ഒരു നേരം കാണാണ്ടക്കാൻ പറ്റില്ല എന്നൊക്കെ പറയാം കേട്ടോ. നിങ്ങൾക്ക് ശരിയാണ്, ഒരു നേരമൊക്കെ കാണാൻ പറ്റില്ല ഓളെ, ആ അവസ്ഥയിലുണ്ടാകുക. പക്ഷേ ഓള് പറയുന്നത് വെറും എന്താ, അതൊക്കെ കൃത്രിമമായിട്ട് മറ്റുള്ളവരെ മുമ്പിൽ ഈ സീനത്താക്കി സംസാരിക്കുകയാണ്, അലങ്കാരത്തോട്ട് കേട്ടോ. ഉള്ളതാണെങ്കിൽ പറയാം, ഇനിയിപ്പോൾ കേട് വന്ന കാര്യമാണെങ്കിൽ പറയേണ്ടതില്ല, അത് വേറെ വിഷയം. പക്ഷെ അത് സ്വയം അനുഭവിക്കുന്നത് പുറത്തേക്ക് ഇപ്പോൾ നമ്മൾ പറയേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളെ ഭാര്യയും ഭർത്താവുടെ ജീവിതമൊന്നും മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഏതായിരുന്നാലും അസൂയയിലൂടെ ആവരുത് നമ്മളുടെ പ്രവർത്തനങ്ങൾ. കാരണം നബി പറഞ്ഞു, ദുബ്ബയിലേക്കും ദാ അൽ ഉമം മിൻ ഖബ്ലിക്കും, നിങ്ങളുടെ പൂർവ്വ സമൂഹം നശിക്കാനുണ്ടായ പ്രധാന കാരണം ഒരുപാട് രോഗം പൂർവ്വ സമൂഹത്തിൽ നിങ്ങൾക്ക് വന്നിട്ടുണ്ട്, നിങ്ങളിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. ഒന്ന് വൽ ഹസദ്, അസൂയ, അതാണ് ഞാൻ പറഞ്ഞ പരോക്ഷം. വൽ ബുഗ്ളാ, വൈരാഗ്യം, ചിലവരോട് വൈരാഗ്യ ബുദ്ധിയുള്ള ആൾക്കാരുണ്ട്. വൽ ബുഗ്ളാ ഹിയ അൽ ഹാലിഖത്ത്, ഈ വൈരാഗ്യം എന്ന് പറയുന്നത് മുണ്ടനം ചെയ്ത് കളയുന്ന പറഞ്ഞു നബി. ലാ അഖൂലു തഹ്ലിഖു ഷാറ, നിങ്ങളുടെ മുടി മുണ്ടനം ചെയ്യുന്നല്ല ഞാൻ പറഞ്ഞത്, വലാക്കിൻ തഹ്ലിഖു ദീന, വൈരാഗ്യം വന്നാൽ പിന്നെ നിങ്ങളുടെ മതത്തിൽ മനസ്സിൽ ദീൻ നിൽക്കൂല. ഒരാളോട് വൈരാഗ്യം വന്നാൽ മതി, പിന്നെ ദീൻ അവിടെ നിൽക്കൂല. നിങ്ങൾ ആ സമയത്ത് സംസാരിക്കുന്ന ഭാഷ നോക്കേണ്ടി, നിങ്ങൾക്ക് ആരോടെങ്കിലും വൈരാഗ്യം വന്ന സമയത്ത് നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കേണ്ടി, നിങ്ങളെ ഉള്ളിൽ ദീൻ ഉണ്ടാവില്ല കേട്ടോ. അതും ശ്രദ്ധിക്കുക. പിന്നെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയും വിശുദ്ധ ഖുർആനും പറഞ്ഞു, വമൻ യഗ്ലുൽ യഅതി ബിമാ ഖല്ല യൗമൽ ഖിയാമ, എന്തെല്ലാം ദുർവൃത്തിയും എന്തെല്ലാം കാപ്പട്യവും ചെയ്തുകൊണ്ട് നിങ്ങൾ എപ്പോഴെല്ലാം എന്തെല്ലാം വഞ്ചനയുടെയും മുതലുണ്ടാക്കുന്നുവോ ആ ഉണ്ടാക്കിയ മുതലും സമ്പത്തും ഒക്കെ നിങ്ങൾ പരലോകത്ത് റബ്ബിൻ്റെ കോടതിയിലേക്ക് കൊണ്ടുവരും. വല്ലാത്തൊരു അപകടം പിടിച്ചൊരു കാര്യമാണ്. കക്കുമ്പോൾ നല്ലോണം ആലോചിച്ചുകൊണ്ട് കേട്ടോ. ചെറുതൊക്കെ കട്ടോൾ വേണ്ടിയിരുന്നാൽ പിന്നെ യൗമുൽ ഖിയാമത്തിൽ വരുമ്പോൾ കൊണ്ടുവരുമ്പോൾ ഒരു വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. വലിയ വലിയ സ്കൂട്ടറും ബസ്സും കാറും വലിയ വലിയ മുതലൊക്കെ കട്ടാലേ വലിയ ബുദ്ധിമുട്ടാവും. ഞാൻ ചെറിയ കക്കാൻ വേണ്ടി പറഞ്ഞതല്ല കേട്ടോ.
ചെറിയ കട്ടോളം വേണ്ടി അറിഞ്ഞത് കക്കാൻ മുട്ടികളുണ്ടാവുകയെ. കക്കാണ്ടക്കാൻ ചിലവർക്ക് കഴിയൂല, കാരണം ബോൺ ക്രിമിനലായിട്ടുള്ള ആൾക്കാരുണ്ട്, അവർ കക്കും. അപ്പോൾ കക്കുമ്പോൾ എന്നാലും ഒന്ന് ആലോചിച്ച് കട്ടോളി, ഇങ്ങനെ ഇതെല്ലാം കൂടിയിട്ട് ആ പരലോകത്ത് വരിക. സുമ്മ തുവഫ കുല്ലു നഫ്സിൻ മാ കസബത്ത്, പിന്നെ എന്തെല്ലാം അവൻ കട്ടു മോഷ്ടിച്ചു വഞ്ചിച്ചു ഉണ്ടാക്കിയോ അതെല്ലാം മുതലിനും അള്ളാഹു കൂലി അങ്ങോട്ട് കൊടുക്കും. അപ്പം പ്രത്യക്ഷവും പരോക്ഷവുമായ പാപങ്ങൾ സൂക്ഷിക്കുക, രണ്ടിനും കൂലി പ്രത്യേകം കിട്ടും. വഹും ലായുള്ളതും ഒരനീതിയും അള്ളാഹു ചെയ്യൂല. എന്തെല്ലാം കൃത്യമായിരിക്കും, കൃത്യമായിരിക്കും, ഒരു നിലക്കും അള്ളാഹു ഒരു നിലക്കും കുറക്കൂല കേട്ടോ. ഇനി നമുക്ക് ഒരു ചെറിയ സമയം, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷേ എല്ലാം കൂടി പറയാൻ സമയം അനുവദിക്കൂല, പാടുമില്ല. കാരണം ഏത് കാര്യത്തിനും ഒരു ടൈം വേണം അല്ലേ, അമിതമായ അതും ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം കൂടി പറയാം. എല്ലാറ്റിനും ഒരൊറ്റമൂല്യമുണ്ട്. ഇതൊക്കെ വന്നു പോയിക്കുന്നു നമ്മളടുത്ത്. അസൂയുണ്ട്, പകണ്ട്, വൈരാഗ്യമുണ്ട് അല്ലേ, എല്ലാം വന്നു പോയിട്ടുണ്ട്. പിന്നെ സാമ്പത്തിക ഇടപാടാണെങ്കിൽ ഞാൻ ഈ പറയുന്നില്ല, സാമ്പത്തിക ഇടപാടാണെങ്കിൽ തിരിച്ച് പൈസ തന്നെ കൊടുക്കണം കേട്ടോ. ഒരാളെ ദ്രോഹിക്കുകയോ ശാരീരികമായി ദ്രോഹിക്കുകയോ മാനസികമായി ദ്രോഹിക്കുകയോ വാക്കുകൾ കൊണ്ട് ദ്രോഹിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്യേണ്ടത് ഇസ്തിഗ്ഫാറാണ്. ആൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആളടുത്ത് പോയി സംസാരിക്കണം. ഞാൻ നിങ്ങളെപ്പറ്റി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അല്ലെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് മാപ്പ് തരണം. അല്ല, നിങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾ പ്രത്യക്ഷവും പരോക്ഷവുമായ പാപം ഒഴിവാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, പച്ചയായ ഒരു മുസ്ലിമായി മുഅ്മിനായി ജീവിച്ച് മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പണമാണെങ്കിൽ തിരിച്ചു കൊടുക്കണം. അല്ല എങ്കിൽ അദ്ദേഹത്തോട് മാപ്പ് അപേക്ഷിക്കണം. എന്നിട്ട് അദ്ദേഹത്തോട് അള്ളാഹിനോട് മാപ്പ് തരാൻ വേണ്ടി പറയാൻ ഏൽപ്പിക്കണം. ഇതൊക്കെ ചെയ്യണം. ഒരിക്കൽ ഇമാം ഹസനുൽ ബസരി റഹ്മഹുല്ല അദ്ദേഹത്തിൻ്റെ അടുത്ത് കുറച്ച് ആളുകൾ പല കാര്യവുമായി വന്നു. ചിലർ വന്നു പറഞ്ഞു ഇമാമിനോട്, നാട്ടിൽ വരൾച്ച ബാധിച്ചിട്ടുണ്ട്, പട്ടിണി മരണങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ, എന്തു ചെയ്യണം, പരിഹാരം പറയൂ. ഫഖാല ഇസ്തഗ്ഫിരില്ലാ, നിങ്ങൾ അള്ളാഹിനോട് പൊറുക്കലിനെ തേടിക്കോളൂ. അള്ളാഹിനോട് പൊറുക്കലിനെ തേടിയാൽ പട്ടിണി ഇല്ലാണ്ടാവുമോ, വരൾച്ച ഇല്ലാണ്ടാവുമോ? ഇല്ലാണ്ടയാകുമെന്നാണ് ഇമാം ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി പഠിപ്പിക്കുന്നത്. അദ്ദേഹം എവിടുന്നാണ് ആയത്ത് തെളിവ് വേണ്ടേ? നമുക്ക് നോക്കാം. ചില ആൾക്കാർ പറഞ്ഞു, രാജ്യം സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ് ഇമാമേ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പറയണം. ഫഖാൽ അദ്ദേഹം പറഞ്ഞു ഇസ്തഗ്ഫിരില്ലാ, അള്ളാഹിനോട് പൊറുക്കലിനെ തേടണം. വേറെ ചില ആളുകൾ പറഞ്ഞു ഞങ്ങൾക്ക് മക്കളില്ല, അദ്ദേഹം പറഞ്ഞു ഫഖാല ഇസ്തഗ്ഫിരില്ലാ, അള്ളാഹിനോട് പൊറുക്കലിനെ തേടണം. മക്കളില്ലാത്തോൽ രാജ്യത്ത് സാമ്പത്തിക വരൾച്ച ഉണ്ടാവുമ്പോൾ, ഒരുപാട് മഴയില്ലാതെ കൃഷിനാശം വരുമ്പോൾ, അങ്ങനെ പല ആളുകളും പലതും ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു ഇസ്തഗ്ഫിരില്ലാ. അപ്പോൾ ഇത് കേട്ടുന്ന ചില ആൾക്കാർ പറഞ്ഞു, അവരോടൊക്കെ നിങ്ങൾ ഫഅമറഹും കുല്ലഹും ബിൽ ഇസ്തിഗ്ഫാർ, കേട്ടുന്ന ആൾക്കാർ പറഞ്ഞു നിങ്ങൾ എല്ലാവരോടും ഒറ്റ വാക്കാണല്ലോ പറയുന്നത്, അള്ളാഹിനോട് പൊറുക്കലിനെ തേടണം. എന്നിട്ട് അവർ പറഞ്ഞു അതാക റിജാലുൻ യഷ്കൂന ബി അൻവാഇ മിനൽ ഹാജാത്ത്, വ്യത്യസ്ത തലത്തിലുള്ള ഒരുപാട് വിഷയങ്ങളുമായി ആളുകൾ നിങ്ങളടുത്ത് പരാതിയുമായി വന്നു. ചിലർക്ക് മക്കളില്ല, ചിലർക്ക് വരൾച്ച, ചിലർക്ക് സാമ്പത്തിക പ്രയാസം, ചിലർക്ക് മനോരോഗം, എല്ലാറ്റിനും നിങ്ങൾ പറഞ്ഞ ഒറ്റമൂലിക ഇസ്തഗ്ഫിരില്ലാ എന്നാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങളെല്ലാവരോടും അങ്ങനെ പറഞ്ഞപ്പോൾ അദ്ദേഹം ഫതലാലഹുൽ ആയാത്ത്, അദ്ദേഹം ഒരായത്ത് അവർക്ക് ഓതി കൊടുത്തു. ഏതായത്ത് കേട്ടോളൂ. ഫഖുൽതു ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇത്തരം തിന്മകളെല്ലാം വന്നുപോയ സമൂഹത്തോട് പറഞ്ഞു ഇസ്തഗ്ഫിറൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് പൊറുക്കലിനെ തേടുക. ഇന്നഹു കാന ഗഫാറാ, അവൻ ഏറെ പൊറുക്കുന്നവനാണ്, നിങ്ങൾ പൊറുക്കലിനെ തേടണം. 4 വരൾച്ച. യുർസിലിസ് സമാ അലൈക്കും മിദ്റാറാ, ധാരധാരയായി അള്ളാഹുവിൻ്റെ മഴ നിങ്ങൾക്ക് ലഭിക്കും. ഇപ്പോൾ വരൾച്ച പോകും. വരൾച്ച പോകാൻ ഇസ്തഗ്ഫിരില്ലാ. ആരാ പഠിപ്പിക്കുന്നത്? നൂഹ് നബി. അത് പിന്നെ പിൽക്കാലത്ത് പഠിപ്പിക്കുന്നത് ഇമാം ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി. അങ്ങനെ രണ്ടാമത് പറഞ്ഞു വയുംദിദുകും ബിഅംവാലിൻ, നിങ്ങളെ സാമ്പത്തികമായി റബ്ബ് അനുഗ്രഹിക്കും. അപ്പോൾ സാമ്പത്തികമായ കെടുകാര്യസ്ഥത വരുമ്പോൾ, രാജ്യം സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നീങ്ങുമ്പോഴും എന്ത് വേണം? ഇസ്തഗ്ഫിരില്ലാ. കേട്ടാ. അപ്പോൾ വയുംദിദുകും ബിഅംവാൽ, ഇനി എന്താ ആളുകൾ വന്ന് പറഞ്ഞത്? മക്കളില്ല എന്നല്ലേ? വയുംദിദുകും ബിഅംവാലിൻ വബനീൻ, മക്കളെ കൊണ്ടും മുതലുകൊണ്ടും അള്ളാഹു അനുഗ്രഹിക്കും. ഇസ്തഗ്ഫിരില്ലാ. കഴിഞ്ഞു പോയ പാപങ്ങൾ വെച്ച് അള്ളാഹിനോട് പൊറുക്കലിനെ തേടണം. ആരെയും തയ്യാറാകുമോ?
നമുക്ക് ഇതൊന്നും ചെയ്യാണ്ടതൊക്കെ കിട്ടണമെന്നല്ലേ? മക്കളെയും കിട്ടണം, പൈസയും വേണം, പറ്റിക്കും ചെയ്യും, വഞ്ചിക്കും ചെയ്യും, എല്ലാ അസൂയും പകയും വിദ്വേഷവും പ്രത്യക്ഷവും പരോക്ഷവുമായ എല്ലാ തിന്മകളും ചെയ്യും. അതിലടക്ക് നിസ്കരിക്കാനും പോകും, അതിലടക്ക് പൈസ നല്ലോണം പറ്റിച്ച് കിട്ടിയാൽ ഹജ്ജിനും പോകും, അതിനും കൂടുതൽ കിട്ടിയാൽ ഉംറക്കും പോകും. ആണല്ലേ? ഞാൻ കുറ്റപ്പെടുത്തല്ല കേട്ടോ, ഒരു മനസ്സാക്ഷി കുത്ത് നമുക്ക് വരുമ്പോഴാണല്ലോ നമ്മൾ തിരുത്തുക. അപ്പോൾ അദ്ദേഹം തുടർന്ന് പറഞ്ഞു, വിശുദ്ധ ഖുർആനിലെ ആയത്തെടുത്തിട്ട് പറഞ്ഞു, വയജ്അൽ ലക്കും ജന്നാത്ത്, അവൻ നിങ്ങൾക്ക് കൃഷികൾ നൽകും, നിങ്ങൾ അല്ലാഹുവിനോട് പൊറുക്കൽ തേടണം, നിങ്ങൾക്ക് ഇന്നതെല്ലാം ഭൗതികമായി ലഭിക്കും. വയജ്അൽ ലക്കും അൻഹാറ, കിണറ്റിൽ വെള്ളമുണ്ടാകും, നദികൾ ഒഴുക്കിവിടും. മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ, എന്തുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിൻ്റെ ആ തൃപ്തിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നില്ല, പ്രവർത്തിക്കുന്നില്ല? അതുകൊണ്ട് പടച്ച തമ്പുരാൻ്റെ തൃപ്തിക്ക് വേണ്ടി അധ്വാനിക്കുക, ഒരുപാട് പ്രാർത്ഥിച്ച് നമ്മളുടെ അപാകതകളും പോരായ്മകളും റബ്ബിനോട് പറയുക. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ അള്ളാഹിനോട് ചോദിച്ച ഒരു പ്രാർത്ഥനയോടുകൂടി ഈ വിഷയം അവിടെ അവസാനിപ്പിക്കുകയാണ്. ഇത്തരം പ്രത്യക്ഷവും പരോക്ഷവുമായ മനസ്സിൻ്റെയും അവയവങ്ങളുടെയും തെറ്റുകളിൽ നിന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പോലും മാപ്പ് ചോദിക്കുന്നു റബ്ബിനോട്. അല്ലാഹുമ്മ അഊദു ബിക മിനൽ അജ്സ്, പടച്ചവനെ ഒരുപാട് അശക്തിയുണ്ട് എനിക്ക്, ഒരുപാട് ദൗർബല്യങ്ങളുണ്ട് എനിക്ക്, ഞാൻ അള്ളാഹുവേ നിന്നോട് രക്ഷ ചോദിക്കുക. ഒരുപാട് ദൗർബല്യങ്ങളുണ്ട്, ഒരുപാട് അശക്തി. വൽ കസിൽ, അലസത, പടച്ചവനെ മാറ്റിത്തരണം. അലസത എന്ന് പറഞ്ഞ് മാറാ രോഗ. ചിലോല് ഇരുന്നോർത്തുണ്ടാവും. നിങ്ങൾ പോയില്ല? ഇല്ല. ചിലപ്പോൾ നിങ്ങൾ മക്കളോട് ചോദിക്കല്ലേ, അല്ല മോനെ ഇജ്ജ് ചെയ്തില്ല, അത് ഇപ്പം ചെയ്യാം, ഇപ്പം ചെയ്യാം, പഠിച്ചോ, ഇപ്പം പഠിക്കുക, അത് വാങ്ങിയോ, ഇപ്പോൾ കൊണ്ടുവരാ. രാവിലെ പോകുമ്പോൾ ഏൽപ്പിച്ച സാരിയായിരിക്കും അല്ലേ? ഭാര്യയോട് നിങ്ങൾ ചോദിച്ചു നോക്കി, മടിയാ. ഭാര്യമാർ പ്രത്യേകിച്ച് അവർ ഇപ്പം പണിക്കാരുണ്ട്, അരക്കാൻ മെഷീനുണ്ട്, വാഷ് ചെയ്യാനും വാഷിംഗ് മെഷീനുണ്ട്, സമയം പോരാ അവർക്ക് കിടന്നുറങ്ങാൻ. വേറെ പണിയൊന്നുമില്ല. വെറുതെ ഇങ്ങനെ കുത്തുന്നിട്ട് കുറേ അങ്ങനെ കിടന്ന് നീച്ച് അവിടെ കുത്തുന്നിട്ട് പറയും, അല്ലാ എന്തെല്ലാം പണിയുണ്ട് പഠിച്ചോനെ നിന്നിങ്ങനെ ആക്കിയിട്ട് ഒന്നും കൂടി കിടക്കും, അതിൻ്റെ ക്ഷീണം തീർക്കാം. ഇരുന്നേ ഇപ്പം കിടന്ന് നീച്ചിരുന്നില്ലേ, ആ ക്ഷീണം തീർക്കാൻ ഒന്നും കൂടി ആയിട്ട് കിടക്കും. അപ്പം ചോദിക്കുക പടച്ചോനെ അലസതയിൽ നിന്ന്, വൽജുബിൻ, ഭീരുത്വത്തിൽ നിന്ന്. എടാ ഭീരുത്വം, പേടി. നമുക്ക് ആരെയും പേടിക്കേണ്ടില്ല, നമുക്ക് അള്ളാനെ മാത്രം പേടിച്ചാൽ മതി. കാരണം അള്ളാനെ മാത്രം പേടിക്കണേ എന്ത് വേണമെന്നറിയോ? കയ്യിലും മടിയിലും എന്തുണ്ടാവരുത്? വേണ്ടാത്ത ഉണ്ടാവരുത് അല്ലേ? അപ്പോൾ എല്ലാവരും പേടിക്കണം. കയ്യിലും മടിയിലും വേണ്ടാത്ത ഉണ്ടാകുമ്പോൾ എല്ലാവരും പേടിക്കണ്ടേ? മറ്റാരും പേടിക്കണ്ട, പേടി ഉണ്ടാവരുത്. വൽ ബുഹൽ, പിശുക്കുണ്ടാവരുത്. പിശുക്കുണ്ടായാൽ പിന്നെ ഓനും ജീവിക്കില്ല, ആരും ജീവിക്കില്ല കേട്ടോ. പിന്നെ വൽ ഹറം, ഒരുപാട് മറ്റുള്ളവർക്ക് ബാധ്യതയാകും വിധമുള്ള വയസ്സ് പടച്ചോനെ തരരുത് റസൂൽ പ്രാർത്ഥിക്കുക. അതൊക്കെ എന്താ പറയുക അല്ലേ? പറണ്ട അല്ലേ? നിങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ട് അത് പടച്ചോനെ മറ്റുള്ളവർക്ക് ബാധ്യതയുള്ള പ്രായം വരുന്നതിൻ്റെ മുമ്പ് തന്നെ മരിക്കുക. മനസ്സിലുണ്ട് ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ ഉണ്ടോ? ബാധ്യത ആളുണ്ടെന്ന് തോന്നുന്നുണ്ട് നിങ്ങൾക്ക്, അതോ മരിക്കേണ്ടെന്നാണോ തോന്നുന്നത്? ഏതങ്ങ് തോന്നുന്നത്? ആരൊക്കെ ഉണ്ടാവും എന്നുള്ളവർക്കാണോ? ആരും ഉണ്ടാവില്ല കേട്ടോ, ആരും ഉണ്ടാവില്ല, ആർക്കും വേണ്ട. ഇപ്പം ഡോക്ടർ വിചാരിക്കുന്നുണ്ടാവും ഞാനൊരു ഡോക്ടറല്ലേ, വെറുതെ ആയിരിക്കും കേട്ടോ. ഇതിന് ഡോക്ടർ എഞ്ചിനീയറൊന്നുമില്ല. ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഒക്കെ മക്കൾക്ക് അവരുടേതായ പണി ഉണ്ടാവും, മനസ്സിലല്ലേ? മറ്റവനക്ക് മറ്റവൻ്റെതായ പണി. ആർക്കും ആരും വേണ്ടല്ലോ, ഇങ്ങനെ തട്ടി കളിക്കുക എന്താ. ഇപ്പം ഡോക്ടർ അവിടെ ഇരുന്ന് പരിശോധിക്കുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഇൻകമുള്ള ആളാണെങ്കിൽ കുഴപ്പമില്ല. ഇൻകം തീർന്നാൽ പോലും വെറുതെ ആ കാലത്തൊക്കെ എന്തോ ഡോക്ടറായി പോയതാ. പിന്നെ പറയാതാ ഇതൊക്കെ പോറ്റി 4 എണ്ണത്തിന് അതേമാതിരി അതേ ഡോക്ടർമാരെടുത്തിട്ട് പോറ്റി ഡോക്ടറാക്കി. ഇപ്പം ഉള്ള കുട്ടികൾ പറഞ്ഞതാ നമ്മളെ വാപ്പിയൊക്കെ എൻട്രൻസ് എഴുതി എപ്പോൾ തോൽക്കുന്നു. എൻട്രൻസിന് പോലും കിട്ടില്ല. എന്താ നന്ദികേട് അല്ലേ? ഇത്ര നന്ദിട്ട മക്കളുണ്ട് അറിയണം. ഓലെ വിചാരവും ഓൽക്കാണ് ലോകത്തുള്ള എല്ലാ വിവരവും അറിവും യോഗ്യത എന്നാണ് കേട്ടോ. ഇത് വയസ്സായപ്പോൾ അതിൻ്റെ മുമ്പ് ഡാഡീനെ വിളിച്ചിന് അല്ലേ? മമ്മി ഡാഡി അല്ലേ? അത് യഥാർത്ഥത്തിൽ വയസ്സായ വിളിക്കാനുള്ളതാ. ഡീ വയസ്സായ വിളിക്കാനുള്ള അത് വാപ്പനെ ഡാന്നും ഉമ്മനെ ഡീന്നും കൂട്ടി വിളിച്ചതാ. അതാ പിന്നെ ഡാഡി ആയത് കേട്ടോ. അപ്പോൾ വയസ്സായ അത് വിളിക്കും. അതുകൊണ്ട് ഹറമ്, മറ്റുള്ളവർക്ക് ബാധ്യതമുള്ള പ്രായം പടച്ചവനെ തരരുത്. വൽ ഖസ്വത്ത്, ഹൃദയ കാഠിന്യം കേട്ടോ ഉണ്ടാവരുത്. വൽ ഒഫലത്ത്, അശ്രദ്ധ, മടി. എന്തൊക്കെയാണ് ഇതൊക്കെ? ഏത് പാപ? പ്രത്യക്ഷമല്ല, നമ്മളറിയില്ല നമുക്ക് മടി വരുന്നത്. ഇപ്പോൾ ഒരു മടി ഉണ്ട് പറഞ്ഞു നോക്കി നിങ്ങളെ ഭാര്യനോട് എനിക്ക് ഭയങ്കര മടിയാണ്, എനിക്കോ നേപ്പാലത്തെ
ഒരു അധ്വാനമുള്ള ഒരു പെണ്ണിനെ നിങ്ങൾ ലോകത്ത് തിരിച്ചറിഞ്ഞാൽ കാണൂല എന്നറിയാം. അല്ല ആ താക്കോലോടെ താക്കോലോ അവരെടുത്ത് നിങ്ങളെടുത്ത് അതാ എൻ്റെ അടുത്തുള്ളത് ഓഫിലെത്താ ശ്രദ്ധ കേട്ടോ. വൽ അയലത്ത് ദാരിദ്ര്യത്തിൽ നിന്ന് അള്ളാഹ് രക്ഷ ചോദിച്ചിട്ടുണ്ട്. വൽ ദില്ലത്തി വൽ മസ്കന നിന്യതയിൽ നിന്ന് അള്ളാഹിനോട് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ നിന്യതയൊക്കെ ആൾക്കാരുടെ ഇടയിൽ വരുമ്പോൾ നമുക്ക് മാനസികമായിട്ട് വല്ലാത്ത പ്രയാസം വരും അല്ലേ? ആളുകൾ നിന്ദിക്കുമ്പോൾ ഉണ്ടാവില്ലേ? അത് ഏത് നിലക്ക് ആളുകൾ നിന്ദിക്കുന്നത് ഏത് നിലക്കാ? ഒരാളെയും നിന്ദിക്കരുത്. ലാ തഹ്തഖറഹദൻ മഹ്മാക്കാന സഗീറൻ, എത്ര ചെറിയവനാണെങ്കിൽ നിസ്സാരമാക്കരുത് നബി പഠിപ്പിക്കുക കേട്ടോ. അതുകൊണ്ട് ഇതൊക്കെ ഈ തിന്മകളൊക്കെ നമ്മൾ അറിയാണ്ട് പ്രത്യക്ഷവും പരോക്ഷവുമായി നമ്മളിൽ നിന്ന് വരാം. അത് ചെകുത്താന് കൊള്ളലാഭമുണ്ടാക്കുന്ന തിന്മകളാണെന്ന് മനസ്സിലാക്കി അതിൽ നിന്നൊക്കെ വിട്ടുമാറി നിന്നുകൊണ്ട് റബ്ബിനോട് വിശുദ്ധമായ ജീവിതം നയിക്കാൻ വേണ്ടി സാധിക്കും വിധം പ്രാർത്ഥിക്കുക. അർഹമുറാഹിമിനായ തമ്പുരാൻ അതുപോലെയുള്ള തെറ്റുകളും പോരായ്മകളും വന്നു പോയിട്ടുണ്ടെങ്കിൽ റഹ്മാനായ തമ്പുരാൻ അവൻ്റെ മഹത്തായ മഹലായ ഫയലുകൊണ്ട് നമുക്കെല്ലാം പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്നും ഒരുപാട് തിന്മകൾ ചെയ്തും തിന്മകൾ പ്രവർത്തിച്ചും ചെയ്തും ചിന്തിച്ചുമൊക്കെ യാത്രയായ ഒരുപാട് ആളുകളുണ്ട്. അവർ നമ്മുടെ മാതാപിതാക്കളാണ്, അവർ നമ്മുടെ ഗുരുഭൂതന്മാരാണ്, അവർ നമ്മുടെ സഹപ്രവർത്തകരാണ്, അവർ നമ്മുടെ കുടുംബാംഗങ്ങളാണ്. അള്ളാഹു അവർക്ക് പരലോകത്ത് അള്ളാഹുവിൻ്റെ മഹത്തായ മഹലായ ഫയലുകൊണ്ട് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും റഹ്മാനായ തമ്പുരാൻ എനിക്കും നിങ്ങൾക്കും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. റബ്ബ് മാപ്പ് നൽകിക്കൊണ്ട് സ്വർഗത്തിൽ ഇടം ലഭിക്കുന്ന വിശ്വാസികളിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂടെ ജീവിക്കുന്ന ഒരുപാട് പ്രായം ചെന്ന ആളുകളുണ്ട്. അവർക്ക് അള്ളാഹു ശാന്തിയും സമാധാനവും ആരോഗ്യവും നൽകുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യുന്ന കച്ചവടത്തിൽ, വ്യവഹാരങ്ങളിൽ, നിത്യവൃത്തികളിൽ, ജോലികളിൽ അള്ളാഹു ബർക്കത്ത് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഹലാലും ഹറാമും വേർതിരിച്ച് ഒരല്പം പോലും ഹറാമ് ജീവിതത്തിലേക്ക് കയറാത്ത വിധം ജീവിക്കുവാനുള്ള സൗഭാഗ്യം അർഹമുറാഹിമിനായ തമ്പുരാൻ എനിക്കും നിങ്ങൾക്കും നൽകുമാറാകട്ടെ. നമുക്കും നമ്മുടെ കുടുംബത്തിനും സ്വർഗത്തിൽ കൺകുളിർമയോടുകൂടി ഒത്തുചേരാൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ച തമ്പുരാൻ എല്ലാവിധ കടങ്ങളിൽ നിന്നും എല്ലാവിധ മാനസിക പ്രയാസങ്ങളിൽ നിന്നും എല്ലാവിധ ദുഃഖങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ മാറ്റി നിർത്തി സന്തോഷവും ആനന്ദവും പ്രദാനം ചെയ്യുന്ന സത്യവിശ്വാസികളിൽ അള്ളാഹു നാം എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹൃദാന അനിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.